Good morning. S2 C-ലെ കുട്ടികൾ S1 C ക്ലാസ്സിലെ കുട്ടികൾ അറ്റൻഡൻസ് രേഖപ്പെടുത്തണം. ചാറ്റ് ബോക്സിൽ പേര് ക്ലാസ്സും ടൈപ്പ് ചെയ്ത് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ. നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഇതാണ് കാര്യമായിട്ട് പഠിച്ചത്. ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ നിന്നും താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ മോഷൻ, ആ മോഷൻ ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. അവിടെയുള്ള ആ കേസിൽ അവിടെയുള്ള ആക്സിലറേഷൻ ജി ആണ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. അത്തരം യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ ഗ്രാഫുകൾ വിശകലനം ചെയ്തു. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലോ ഉണ്ട്. ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയും. ഗലീലിയോനെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഗലീലിയോ ഈ മോഷനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയ സയൻറ്റിസ്റ്റാണ്. രണ്ട് വ്യത്യസ്ത ഭാരത്തിലുള്ള വസ്തുക്കൾ ഡ്രോപ്പ് ചെയ്താൽ അത് ഭൂമിയിലെത്തുന്നത് പതിക്കാനെടുക്കുന്ന സമയം തുല്യമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്ത മറ്റൊരു ലോ ആണ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് പറയുന്നത് നമ്മളൊരു ബോഡി താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി, താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു, അതിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ലെറ്റ് ഇറ്റ് ബി S1. ഫസ്റ്റ് 0 മുതൽ ഫസ്റ്റ് സെക്കൻഡ് വരെ സഞ്ചരിച്ച ദൂരം S1 ആണ്. ഫസ്റ്റ് സെക്കൻഡ് മുതൽ രണ്ടാമത്തെ സെക്കൻഡ് വരെ സഞ്ചരിച്ച ദൂരം, അതായത് രണ്ടാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എന്ന് വേണമെങ്കിൽ പറയാം, അതിന് S2. തേർഡ് സെക്കൻഡിൽ സഞ്ചരിച്ച, അതായത് രണ്ടാമത്തെ സെക്കൻഡ് മുതൽ മൂന്നാമത്തെ സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം S3. ഇങ്ങനെ നമ്മൾ എടുത്താൽ ആ ദൂരങ്ങളുടെ റേഷ്യോ, ആ ദൂരങ്ങൾ ഒറ്റ അക്കസംഖ്യകളുടെ അനുപാതത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ S1 is to S2 is to S3 is to S4 അങ്ങനെ നമ്മൾ എടുത്തു പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻ ദ റേഷ്യോ 1:3 5:7 etc. ഇത് ഒരു സെക്കൻഡ് എടുക്കണമെന്നില്ല, ഏത് ടൈം ഇൻ്റർവെൽ എടുത്താലും അത് തന്നെയാണ്. നമ്മൾ അത് ചെയ്യുന്നത് ഒരു സെക്കൻഡ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അത് ജനറലായിട്ട് ഫോർ എനി ടൈം ഇൻ്റർവെൽ T അങ്ങനെ പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫാളിലാവുമ്പോൾ, താഴേക്ക് പതിക്കുമ്പോൾ ആദ്യത്തെ T സെക്കൻഡ് അത് സഞ്ചരിച്ച ദൂരം S1 ആണെന്ന് ഇരിക്കട്ടെ. ആദ്യത്തെ T സെക്കൻഡ് ആസ് ഇൻ ടൈം ഇൻ്റർവെൽ 5 സെക്കൻഡാണ്. അങ്ങനെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ 5 സെക്കൻഡ് സഞ്ചരിച്ച ദൂരം S1 ആണ്. അടുത്ത 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 5 മുതൽ 10 വരെയുള്ള സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരം S2 ആണ്. അടുത്ത 5 സെക്കൻഡ് 10 മുതൽ 15 വരെയുള്ള സമയത്തിൽ അത് സഞ്ചരിച്ച ദൂരം S3 ആയിട്ട് എടുത്താലും ഇതേ ലോ ആണ്. S1 is to S2 is to S3 will be equal to 1:3 is to 5. ഇതാണ് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പർ. ഫിക്സഡ് ടൈം പീരീഡ് എടുക്കുക. ആ ടൈം പീരീഡിൽ ആദ്യത്തെ ആ ടൈം ഇൻ്റർവെല്ലിൽ സഞ്ചരിച്ച ദൂരം, അതേ അളവിലുള്ള സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിൽ സഞ്ചരിച്ച ദൂരം, അതേ അളവിലുള്ള തേർഡ് ടൈം പീരീഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം, അങ്ങനെ നമ്മൾ ദൂരങ്ങൾ എടുക്കുകയാണെങ്കിൽ
അവയുടെ റേഷ്യോ ഈസ് ഇൻ ദി റേഷ്യോ ഓഫ് ഓഡ് നമ്പേഴ്സ്. 1:3:5:7 ആ റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടി സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 3 ഇരട്ടിയായിരിക്കും അടുത്ത ടി സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുക. ആദ്യത്തെ 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചതിൽ 0 മുതൽ 5 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിൻ്റെ 3 ഇരട്ടിയായിരിക്കും 5 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത 10 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് ആ വസ്തു സഞ്ചരിക്കുക, കവർ ചെയ്യുക. ആദ്യത്തിൻ്റെ 3 ഇരട്ടി. ഈ 5 മുതൽ 10 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് സഞ്ചരിച്ചത് ആദ്യത്തിൻ്റെ 3 ഇരട്ടിയാണെങ്കിൽ 10 മുതൽ 15 വരെയുള്ള അടുത്ത 5 സെക്കൻഡ് ടൈം ഇൻ്റർവെൽ കൊണ്ട്, മൂന്നാമത്തെ 5 സെക്കൻഡ് ടൈം ഇൻ്റർവെൽ കൊണ്ട് ആ വസ്തു സഞ്ചരിക്കുന്ന ദൂരം 5 ഇരട്ടിയായിരിക്കും. ഇതിന് 5 ഇരട്ടി ആദ്യത്തെ ടൈം ഇൻ്റർവെല്ലിൽ സഞ്ചരിച്ച് 0 മുതൽ 5 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിൻ്റെ 5 ഇരട്ടിയായിരിക്കും 10 മുതൽ 15 വരെ സെക്കൻഡ് സമയം കൊണ്ട് അത് സഞ്ചരിക്കും. അതിൻ്റെ 7 ഇരട്ടിയായിരിക്കും 15 to 20 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുക. ഇങ്ങനെ ഒരു നിശ്ചിത ടൈം ഇൻ്റർവെൽ നമ്മൾ സങ്കല്പിച്ചാൽ ഒരു ഡ്രോപ്പിംഗ് ബോഡിക്ക്, അതായത് ഒരു താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ സവിശേഷത, അത് ഓരോ ആ ടൈം ഇൻ്റർവെല്ലും സക്സസീവ് ആയിട്ടുള്ള ഓരോ ടൈം ഇൻ്റർവെല്ലും അത് സഞ്ചരിച്ച ദൂരം നമ്മൾ കണ്ടാൽ അത് 1:3:5:7:9 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഇതാണ് പിന്നെ ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രൂഫ് അല്ലാതെ അതങ്ങനെയാണോ എന്നൊന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് പോവാം. ഓക്കെ, ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. നമ്മളൊരു ഫ്രീലി ഫാളിങ് ബോഡി കൺസിഡർ ചെയ്യുക. ഒരു h ഹൈറ്റിൽ നിന്നും ഒരു കല്ല് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. സോ ദാറ്റ് ഈസ് എ ഫ്രീലി ഫാളിങ് ബോഡി. അപ്പോൾ അവിടെ ആ കല്ലിൻ്റെ, ആ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് h ആയിരിക്കും. കാരണം h ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. സോ ദ ഇനീഷ്യൽ പൊസിഷൻ ഈസ് x0 is equal to h. ഡ്രോപ്പ് ചെയ്യാണ്, ഫ്രീലി ഫാളിങ് ബോഡിയാണ്. അതിന് നേരത്തെ വെലോസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, അത് റെസ്റ്റിലായിരുന്നു, അവിടെ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. സോ ദ ഇനീഷ്യൽ വെലോസിറ്റി v0 is equal to 0. And for any motion under gravity, for any free fall or thrown up, for any body under gravity, for motion under gravity, acceleration is equal to -g. നമ്മൾ പഠിച്ചതാണ്. സോ ഇത് മൂന്നും നമുക്ക് അവൈലബിൾ ആണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻ. എ ബോഡി ഈസ് ഫാളിങ് ഫ്രീലി ഫ്രം എ ഹൈറ്റ് h എന്ന് പറഞ്ഞാൽ ഇത്രയും എഴുതാൻ കഴിയും. ഓക്കെ, ഇനി ഇത് ഓരോ സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം നമ്മളിങ്ങനെ കണ്ടെത്തുക. ഓക്കെ, xt ഒരു b അറിയാതെ വന്നിട്ടുണ്ട്, സോറി. xt - x0 So xt minus x0 is equal to v0t plus half at square. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ഉപയോഗിക്കാമല്ലോ, ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ നമുക്കറിയാം, അടുത്ത അല്പസമയത്തിന് ശേഷമുള്ള പൊസിഷൻ കാണുക, ടി സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ കാണുക. അതിൽ നിന്ന് ആ ബോഡി കവർ ചെയ്ത ഡിസ്റ്റൻസ്, ഫ്രീലി ഫാൾ ആയതുകൊണ്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമായി. xt - x0 കാണുന്നത്. ഓക്കെ, v0 നമുക്കറിയാം 0 ആണ്. സോ എ എന്ന് പറയുന്നത് g ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും xt-നെ ഞാൻ അവിടെ നിർത്തി, x0 കിട്ടും. xt = x0 - half gt² എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. xt = x0 - half gt². ഞാൻ ഇനി ഈ വസ്തു താഴേക്ക് പതിക്കുമ്പോൾ
ഓരോ സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം കാണാം. ആ ടൈം ഇൻ്റർവെൽ ഞാൻ 1 സെക്കൻഡ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ആദ്യത്തെ 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, അപ്പോൾ t=0 സമയത്ത് അതിൻ്റെ പൊസിഷൻ കാണും. പിന്നെ t=1 സെക്കൻഡിൽ അതിൻ്റെ പൊസിഷൻ കാണും. അപ്പോൾ 0 സമയത്തുള്ളതിന് 1 സെക്കൻഡിൽ കുറച്ചാൽ ആ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കിട്ടും. പിന്നെ t=2 സെക്കൻഡിൽ കാണും അതിൻ്റെ പൊസിഷൻ. xt-യുടെ വാല്യൂ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെല്ലിൽ ഇങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ ഓരോ പർട്ടിക്കുലർ സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം x0 എന്ന് പറയുന്നത് h ആണ്, x1 എന്ന് പറയുന്നത് 1 സെക്കൻഡ് കഴിയുമ്പോൾ സഞ്ചരിച്ച ദൂരമാണ്, x2 എന്ന് പറയുന്നത് 2 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ടോട്ടൽ ദൂരമാണ് എങ്കിൽ രണ്ടാമത്തെ സെക്കൻഡ് സഞ്ചരിച്ച ദൂരം ഇറ്റ് വിൽ ബി x2 മൈനസ് x1. ഓക്കെ, ഇങ്ങനെ ഞാനത് ടാബുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ടൈം എടുക്കും, പൊസിഷൻ ആഫ്റ്റർ t സെക്കൻഡ്, xt എന്ന് പറയുന്നത് x0 മൈനസ് ഹാഫ് gt², ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദി tth സെക്കൻഡ് എന്ന് പറയുന്നത് xt, അതായത് t സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച മൊത്തം ദൂരം മൈനസ് t-1 സെക്കൻഡ് വരെ സഞ്ചരിച്ച മൊത്തം ദൂരം. ഇത് കുറച്ചാൽ എന്ത് കിട്ടും? t-1 മുതൽ t സെക്കൻഡ് വരെ സഞ്ചരിച്ച ദൂരം കിട്ടും. എന്ന് പറഞ്ഞാൽ ഇപ്പം 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സഞ്ചരിച്ച 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച, ഇവിടെ നമ്മൾ t=4 എന്ന് കൊടുത്താൽ കിട്ടുക നമുക്ക് എന്താണ്? 4 സെക്കൻഡ് കഴിയുമ്പോഴുള്ള പൊസിഷനാണ്. അതിൽ നിന്ന് x0 കുറച്ചാൽ 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച മൊത്തം ദൂരം കിട്ടും. 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച മൊത്തം ദൂരം കിട്ടും. അതേസമയം അതിൽ നിന്ന് തൊട്ട് മുന്നത്തെ x4ൽ നിന്ന് x3 കുറച്ചാൽ നമുക്ക് കിട്ടുക 3 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ സഞ്ചരിച്ച, അതായത് 4ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം. ഇങ്ങനെയാണ് ഞാൻ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം t=0, ദ മോഷൻ, ദ ബോഡി ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു ഫാൾ, ആ വസ്തു താഴേക്ക് പതിക്കാൻ പോകുന്നു ആ സമയത്ത്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് h-0, ദാറ്റ് ഈസ് h. കാരണം ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ h-xt എന്ന് പറയുന്നത് ഒന്നും സഞ്ചരിച്ചിട്ടില്ല, xt എന്ന് പറയുന്നത് അപ്പോൾ h ആണ്. ആ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് h ഹൈറ്റിൽ നിന്നുള്ള വസ്തു ഡ്രോപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് h. ഓക്കെ, അതേപോലെ അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ഒന്നും ചെയ്തിട്ടില്ല, മൂവ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് 0. ദിസ് ഈസ് ദി ഫസ്റ്റ് t=0 ഇൻസ്റ്റന്റിലാണ്. ഇനി 1 സെക്കൻഡ് കഴിയുമ്പോൾ നോക്കാം. 1 സെക്കൻഡ് കൊണ്ട് അത് കുറച്ച് സഞ്ചരിക്കും, ആ വസ്തു കുറച്ച് താഴേക്ക് പതിച്ചിട്ടുണ്ടാവും. ആ 1 സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷൻ കാണണമെങ്കിൽ x1 എന്ന് പറയുന്നത് h-1/2 × g × t=1 കൊടുക്കുക. ഈക്വേഷന് t=1 കൊടുക്കുക. അപ്പോൾ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് h-g/2 ആയിരിക്കും അതിൻ്റെ ഫൈനൽ പൊസിഷൻ. അപ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ താഴേക്ക് പതിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ h എന്ന് കുറച്ച് കുറയും, സ്വാഭാവികമാണ്. എത്ര കുറയുക? g/2, h-g/2 കുറയും. അപ്പോൾ ആ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നേ അതിൻ്റെ പൊസിഷൻ എത്രയായിരുന്നു? h ആയിരുന്നു. 0 സെക്കൻഡിലെ പൊസിഷൻ h ആയിരുന്നു. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ h-g/2 ആയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാവും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ h-g/2 - h, വിച്ച് വിൽ ബി -g/2. ഡിസ്പ്ലേസ്മെൻറ്റ് -g/2 ആയിരിക്കും. എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നത്? ഈ 1 സെക്കൻഡിൽ അതിൻ്റെ പൊസിഷൻ -0 സെക്കൻഡിൽ അതിൻ്റെ പൊസിഷൻ എടുത്താൽ ആ 0 മുതൽ 1 സെക്കൻഡ് കൊണ്ട് വരെ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഡിസ്റ്റൻസ് കവേർഡ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും മാഗ്നിറ്റ്യൂഡിന് തുല്യമായിരിക്കും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് -g/2 ആയിരിക്കും, ആൻഡ് ദ ഡിസ്റ്റൻസ് വിൽ ബി g/2. ഈ ലൈൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ടേബിൾ ഇങ്ങനെ താഴേക്ക് വരികയാണ്. 1ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ഇനീഷ്യൽ പൊസിഷൻ h ആണെങ്കിൽ t സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷൻ h-g/2, സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് g/2. സോ ഇൻ ദി ഫസ്റ്റ് സെക്കൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് the distance traveled is g/2 meter. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ആയി വിചാരിക്കുക. രണ്ടാമത്തെ സെക്കൻഡ് ആകുമ്പോൾ ആ വസ്തു കുറേ കൂടി താഴേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ വസ്തുവിൻ്റെ പൊസിഷൻ എന്താണെന്ന് നോക്കാം. x2, രണ്ടാമത്തെ സെക്കൻഡ് അതിൻ്റെ പൊസിഷൻ x2 എന്ന് പറയുന്നത് h- that is x0 minus half g into 2 square, half g into 2 square, half g into 2 square. അപ്പോൾ h-4/2 എന്ന് പറയുമ്പോൾ h-2g ആയിരിക്കും അതിൻ്റെ പൊസിഷൻ. 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് എവിടെ എത്തി? h-2g എന്ന് പറയുന്ന ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ആ 1ാമത്തെ സെക്കൻഡ് മുതൽ 2ാമത്തെ സെക്കൻഡ് വരെ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ ഇതിൽ നിന്നും ഇത് കുറക്കണം. h-2g യിൽ നിന്ന് h-g/2 കുറക്കണം. സോ ദി ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദി സെക്കൻഡ് രണ്ടാമത്തെ സെക്കൻഡ് നെക്സ്റ്റ് 1 സെക്കൻഡ്, ആദ്യത്തെ 1 സെക്കൻഡിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് g/2, ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദി നെക്സ്റ്റ് സെക്കൻഡ് 1 സെക്കൻഡ് ഇന്റർവൽ. The next 1 second interval is
അടുത്ത ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, അതായത് 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ. 2 സെക്കൻഡിൽ ഉള്ള പൊസിഷൻ മൈനസ് ഒന്നാമത്തെ സെക്കൻഡിലുള്ള പൊസിഷൻ. രണ്ടാമത്തെ സെക്കൻഡിലുള്ള പൊസിഷൻ ഇറ്റ് ഈസ് h-2/g. ഒന്നാമത്തെ സെക്കൻഡിൽ അത് ഉണ്ടായിരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് h-g/2. സോ h-2/g മൈനസ് h-g/2. ഇത് ചെയ്താൽ യു വിൽ ഗെറ്റ് -3g/2. -3g/2. പക്ഷെ ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആണ്, ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് 3s1. 3g/2 എന്ന് കിട്ടും. g/2 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമാണ്. സോ ഇറ്റ് ഈസ് 3s1 എന്ന് കിട്ടും. നോക്കി മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം കൂടി പറയാം. രണ്ടാമത്തെ 2 സെക്കൻഡ് കൊണ്ട്, രണ്ടാമത്തെ സെക്കൻഡിലല്ല, ഇത് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മോഷൻ തുടങ്ങി 2 സെക്കൻഡ് അവസാനിച്ചപ്പോൾ ആ വസ്തുവിന്റെ പൊസിഷൻ കാണാൻ ഈ ഇക്വേഷനിൽ വാല്യൂസ് ടിക്ക് 2 എന്ന് കൊടുക്കണം. x0 h ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ xt is equal to x2 എന്ന് പറയുന്നത് 2 സെക്കൻഡ് കഴിയുമ്പോഴുള്ള പൊസിഷൻ is equal to മോഷൻ തുടങ്ങുമ്പോഴുള്ള പൊസിഷൻ x0, h അത് h ആണ്, മൈനസ് ഹാഫ് ഇൻറ്റു g is g, it is into t എന്ന് പറയുന്നത് 2 സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു g ഇൻറ്റു 2 സ്ക്വയർ. അത് ചെയ്താൽ യു വിൽ ഗെറ്റ് h-2g എന്ന് കിട്ടും. h-2g ആയിരിക്കും 2 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള പൊസിഷൻ. 1 സെക്കൻഡ് പൂർത്തിയാക്കിയപ്പോൾ ഉള്ള പൊസിഷൻ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, h-g/2 ആണ്. ഇനി നമ്മൾക്ക് 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് ആ വസ്തു സഞ്ചരിച്ച ദൂരമാണ് s2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കിട്ടണമെങ്കിൽ ആ സഞ്ചരിച്ച ദൂരം, ഡിസ്പ്ലേസ്മെന്റ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള പൊസിഷൻ x2 മൈനസ് x1 ആയിരിക്കും. x2 മൈനസ് x1 ആണ്. s2 is equal to x2 minus x1 എന്ന് പറഞ്ഞാൽ h-2g മൈനസ് ദിസ് ക്വാണ്ടിറ്റി h-g/2. ഇത് ചെയ്താൽ h മൈനസ് h ക്യാൻസൽ ചെയ്ത് പോകും. -2g മൈനസ് g/2 എന്ന് പറയുമ്പോൾ -3g/2 എന്ന് വരും. പക്ഷെ ഇവിടെ ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. സോ ഇറ്റ് ഈസ് 3g/2 എന്ന് വരും. സോ 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ സമയം കൊണ്ട് സഞ്ചരിച്ചത് 3g/2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 0 മുതൽ 1 സെക്കൻഡ് വരെ സഞ്ചരിച്ച g/2ന്റെ 3 മടങ്ങ് 3s1 എന്നായിരിക്കും. ഇനി മൂന്നാമത്തെ സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നത് നോക്കാം. 3 സെക്കൻഡ് ആകുമ്പോൾ എത്രയാണ്, എന്താണ് എൻ്റെ പൊസിഷൻ? 3 സെക്കൻഡ് കവർ ചെയ്ത് കഴിയുമ്പോൾ 0 മുതൽ 3 സെക്കൻഡ് വരെ എത്തുമ്പോൾ മോഷൻ തുടങ്ങിയ 3 സെക്കൻഡ് അവസാനിച്ച ശേഷം അതിൻ്റെ പൊസിഷൻ x3 എന്തായിരിക്കും? ഇതിൽ ടിക്ക് 3 എന്ന് കൊടുക്കണം. സോ x3 is equal to x0 that is h minus half into g into 3 square, half into g into 9. So it will be h-9/2g. അപ്പോൾ 3 സെക്കൻഡ് കഴിയുമ്പോൾ ആ ബോഡിയുടെ പൊസിഷൻ h-9/2g ആണ്. ഓക്കെ, അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൊസിഷൻ എത്രയായിരുന്നു? h-2g ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് മുതൽ മൂന്നാമത്തെ സെക്കൻഡ് വരെ ആ വസ്തു സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സെക്കൻഡിലുള്ള പൊസിഷൻ മൈനസ് രണ്ടാമത്തെ സെക്കൻഡിലുള്ള പൊസിഷൻ, അതായത് h-9/2g h-9/2g ഇത് മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് h-9/2g ആണ്. മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ h-2g എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കുന്നു. സോ ഇറ്റ് വിൽ ബി h-2g മൈനസ് h-g/2. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ചെയ്തു. മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ. h-2g ഓക്കെ. അപ്പോൾ h-2g ഇവിടെ വരട്ടെ. h-9/2g മൈനസ് h-2g. അപ്പോൾ മൂന്നാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ചത്, അതായത് ടൈം t=2 സെക്കൻഡ് മുതൽ ടൈം t=3 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടണമെങ്കിൽ ഈ പൊസിഷൻ, അതിൻ്റെ ഫൈനൽ പൊസിഷൻ 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള പൊസിഷൻ മൈനസ് 2 സെക്കൻഡ് കഴിയുമ്പോഴുള്ള പൊസിഷൻ, അത് ചെയ്താൽ കിട്ടിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഡിസ്റ്റൻസ്. അപ്പോൾ h-9/2g മൈനസ് അതിന് തൊട്ട് മുന്നത്തെ പൊസിഷൻ x=2 ആകുമ്പോൾ t=2 ആകുമ്പോൾ ഉള്ള പൊസിഷൻ x2. സോ x3 മൈനസ് x2 ചെയ്താൽ h-9/2g ദാറ്റ് ഈസ് x3 മൈനസ് h-2g ദാറ്റ് ഈസ് x2. അതാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇത് ചെയ്താൽ നമുക്കറിയാം 9/2 ഈ എച്ചും ഈ എച്ച് ക്യാൻസൽ ചെയ്ത് പോകും. 9/2g മൈനസ് പ്ലസ് 2g എന്ന് വരും. അപ്പോൾ 9/2 മൈനസ് 2g എന്നാണ് വരിക. അത് ചെയ്താൽ 9 മൈനസ് 4 5/2g എന്ന് വരും. 5/2g 5 into g/2 ദാറ്റ് ഈസ് 5s1. അപ്പോൾ മൂന്നാമത്തെ സെക്കൻഡ് കവർ ചെയ്തപ്പോൾ മൊത്തം സഞ്ചരിച്ച ദൂരം h-9/2g, മൊത്തം അതിൻ്റെ പൊസിഷൻ h-9/2g. മൂന്നാമത്തെ സെക്കൻഡിൽ അത് കവർ ചെയ്ത ദൂരം, അതാണ് 2 മുതൽ 3 വരെ സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം ആ 5s1 ആണ്. ആദ്യത്തെ സെക്കൻഡിൽ കവർ ചെയ്തതിന് 5 മടങ്ങ്
ഇനി അടുത്ത നാലാമത്തെ സെക്കൻഡ് നോക്കാം. നാലാമത്തെ സെക്കൻഡ് ഇതേപോലെ ഫോളോ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ പൊസിഷൻ ആഫ്റ്റർ 4 സെക്കൻഡ്. ടി ഈക്വൽ ടു 4 സെക്കൻഡ് ഈസ് h minus 8g and the distance covered from t equal to 3 second to t equal to 4 second, that is x3 to x4, that is x4 minus x3, which is equal to minus 7g by 2 എന്നാണ് കിട്ടുക. അതിൻ്റെ ഡിസ്റ്റൻസ് ആക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കണം. സോ ഇറ്റ് ഈസ് 7 into g by 2 7. ഇങ്ങനെ ഈ ടേബിൾ ഇങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം g by 2 ആണെങ്കിൽ അടുത്ത ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച രണ്ടാമത്തെ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 3g by 2 അതിൻ്റെ 3 മടങ്ങാണ്. മൂന്നാമത്തെ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം അതിൻ്റെ 5 മടങ്ങാണ്. നാലാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം അതിൻ്റെ 7 മടങ്ങാണ്. സോ the distance covered in the first 1 second is to next second 1 second is to third 1 second, അല്ലെങ്കിൽ the distance covered in the successive 1 second interval, ഒരു സെക്കൻഡ് ദൈർഘ്യമുള്ള അടുത്തടുത്ത് വരുന്ന ടൈം ഇന്റർവെല്ലുകൾ എടുത്താൽ ആ സമയങ്ങൾ ആ ടൈം ഇന്റർവെല്ല് കൊണ്ട് ആ ഓരോ ടൈം ഇന്റർവെല്ലും സഞ്ചരിച്ച ദൂരങ്ങൾ 1 ആദ്യത്തത് g by 2 ആണെങ്കിൽ അടുത്ത അതിൻ്റെ 3 മടങ്ങ് 3g by 2 ആയിരിക്കും. അടുത്ത 1 സെക്കൻഡിൽ അത് 5g by 2 ആയിരിക്കും. അടുത്ത 1 സെക്കൻഡിൽ അത് 7g by 2 ആയിരിക്കും. ഇങ്ങനെ സക്സസീവ് ആയിട്ടുള്ള ടൈം ഇന്റർവെല്ലുകളിൽ സഞ്ചരിച്ച ദൂരം ദേ ആർ ഇൻ ദി റേഷ്യോ 1:, ഇത് റേഷ്യോ എടുത്താൽ ഇത് 1 ആയിട്ട് എടുത്താൽ 1:, ഇത് 3:, 5:7. ഇതാണ് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഈ ടേബിൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇത് പറയണം. ഓക്കെ, ടേബിള് ഈ ഓരോ സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം, സെക്കൻഡിലെ ഫൈനൽ പൊസിഷൻ, ജസ്റ്റ് ആ സെക്കൻഡിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കണം. മനസ്സിലാവാത്ത ഇതിലേതെങ്കിലും ഒരു ലൈൻ ക്ലിയർ ആവാത്ത കുട്ടികളുണ്ടെങ്കിൽ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ, ഈ ടേബിൾ ഇതേപോലെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി ടൈം ഇൻ്റർവെൽ ജനറലായിട്ട് ടോ എന്നെടുത്തിട്ടുള്ള ടേബിൾ ഉണ്ട്, അതിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ഈ ടേബിൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, സോ ഈ ടേബിൾ കിട്ടുന്നതോടുകൂടി നമ്മൾക്ക് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് അത് എഴുന്നേണ്ടി വരികയാണ്. ഇത്രയും ചെയ്ത് നോക്കിയാൽ തന്നെ ഗലീലിയോൻ്റെ ആ നിയമം നമുക്ക് കിട്ടും. നമുക്ക് മനസ്സിലായി, 1, 3, 5, 7 വരെ കിട്ടി. സോ ദാറ്റ് ഈസ് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ടേബിൾ ആക്കി. So Galileo's law of odd numbers states that the distance covered by a body in free fall in first, second, third, fifth, etc. seconds is in the ratio 1:3:5:7, etc. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ സെക്കൻഡിൽ 0 മുതൽ 1 സെക്കൻഡ് വരെ ഒരു ബോഡി സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് തന്നാൽ നിങ്ങളോട് 15ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമോ അല്ലെങ്കിൽ 7ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമോ 4ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമോ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരം g by 2 ആണ്. അങ്ങനെയാണെങ്കിൽ അത് 4ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരത്തിലായിരിക്കും cc 4g by 2 ആയിരിക്കും. സോറി, 4ാമത്തെ സെക്കൻഡ് പറയുമ്പോൾ 1, 2ാമത്തെ സെക്കൻഡ് 1, 3ാമത്തെ സെക്കൻഡ് 3, 5g by 2 ആയിരിക്കും. 4ാമത്തെ സെക്കൻഡ് 5g by 2 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇത് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഏരിയയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ഇതിൻ്റെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ഇത് എഴുതിയാലും മതി. ഇത് സിമ്പിൾ, ഇതൊരു 1 സെക്കൻഡിൻ്റെ ടൈം ഇൻ്റർവെല്ലിൽ എടുത്തു എന്നേ ഉള്ളൂ. ഇൻ ജനറലായിട്ട് പറയുമ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ബോഡി ഇൻ ഫ്രീ ഫാൾ in successive equal time intervals bears the ratio of 1:3:5:7, etc. or bears the ratio of odd numbers എന്ന് എഴുതിയാലും മതി. എന്തായാലും ഇതെങ്കിലും എഴുതി വെക്കുക, പഠിക്കുക. ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പർ ചോദിച്ചാൽ മനസ്സിലായല്ലോ, എന്താണത് കാര്യം മനസ്സിലായല്ലോ, പിന്നെയുള്ള ഫിസിക്സ് മനസ്സിലായല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോബ്ലം ആണ്. എ ബോൾ ഈസ് ത്രോൺ അപ്പ് വിത്ത് വെലോസിറ്റി u, ഫൈൻഡ് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്
ടൈം ഓഫ് ഫ്ലൈറ്റ് ബി എന്നാണ് വരേണ്ടത്, ബി എന്നാണ് കൊടുത്തത്, മാറിപ്പോയതാണ്. സോ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇത് രണ്ടും കാണാനാണ്. നേരെ ഒരു ഒബ്ജക്റ്റ്, നേരെ ഒരു വസ്തു നേരെ മുകളിലേക്ക് എറിഞ്ഞു. എത്ര മാക്സിമം ഉയരത്തിൽ അത് പോകും? വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി യു എന്നുള്ള ഇനീഷ്യൽ വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിഞ്ഞാൽ അതിന് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ വസ്തു എയറിൽ മൂവ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ എറിഞ്ഞിട്ട് തിരിച്ച് താഴെ, അതേ ഗ്രൗണ്ട് ലെവലിലാണ് എറിഞ്ഞതെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ തന്നെ തിരിച്ചു വരാനുള്ള സമയം. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. വസ്തു ഫ്ലൈറ്റിലായിരിക്കുന്ന സമയം, പറക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വിട്ട് തിരിച്ച് ഭൂമിയിൽ എത്തുന്നത് വരെയുള്ള സമയം. ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഒന്നാമത് ചെയ്യാം മാക്സിമം ഹൈറ്റ്. അതിലൊരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഫ്രീ ഫാൾ ഗ്രാവിറ്റേഷൻ്റെ ഫോഴ്സിന് അണ്ടറിലുള്ള മോഷനാണ്. മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. ബോൾ ഈസ് ത്രോൺ അപ്പ് എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ മുകളിലേക്ക് എറിഞ്ഞ കല്ലാണ്. അപ്പോൾ ഏറ്റവും അത് ഏതുവരെ പോകും? മുകളിലേക്ക് പോകുന്നതോറും നിങ്ങൾക്കറിയാം അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും. അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെ പോകും. വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് ഒരു ഹൈറ്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആവും. അതുവരെ അത് മൂവ് ചെയ്യും. പിന്നെ അത് താഴേക്ക് പതിക്കും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ സവിശേഷത ആ സമയത്ത് വെലോസിറ്റി 0 ആയിരിക്കും. സോ മാക്സിമം ഹൈറ്റ് നമ്മൾ ക്യാപിറ്റൽ H എന്നെടുത്താൽ you will get S is equal to capital H, and at that time the velocity Vt will be equal to 0, and V0 എത്രയാണ് തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. ആക്സിലറേഷൻ, ഇത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആണ്. സോ ആക്സിലറേഷൻ is always -g because we are assuming the upward direction as positive. അതുകൊണ്ടാണ് S equal to H എന്ന് വന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പ്രോബ്ലം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. മാക്സിമം ആയിട്ട് H ആയിട്ട് എടുക്കണം. S is equal to H എന്നാവും. ആ സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് H ആയിരിക്കും. xt minus x0 will be H, and Vt equal to 0 and V0 is equal to u, a equal to -g. So we'll use this equation. നമുക്ക് കാണേണ്ടത് മാക്സിമം ഹൈറ്റ് H ആണ്. ഈ Hനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ കയ്യിൽ നമുക്ക് അറിയുന്നത് G അറിയാം, നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം. സോ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും വരുന്ന ഇക്വേഷൻ കിട്ടിയാലേ നമുക്ക് കാര്യമുള്ളൂ. ടൈമിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ വി ഹാവ് നോ ഇൻഫർമേഷൻ അബൌട്ട് ടൈം ഇൻ ദിസ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ടൈം ഇല്ലാത്ത ഇക്വേഷനിലേക്ക് പോകണം. ദാറ്റ് ഈസ് v² - u² is equal to 2as എന്നുണ്ട്. അപ്പോൾ ഇവിടെ v² 0 എന്ന് കൊടുക്കണം. u² എന്ന് പറഞ്ഞാൽ u തന്നെയാണ്, a എന്ന് പറഞ്ഞാൽ -g ആണ്. സോ s is equal to നിന്ന് സിംപ്ലിഫൈ ചെയ്താൽ v² - u² / 2s ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ എസിൻ്റെ വാല്യൂ h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ h is equal to v0 ആണ്. സോ 0 - u എന്ന് പറഞ്ഞാൽ u തന്നെയാണ്, u² divided by 2a എന്ന് പറഞ്ഞാൽ -g. സോ 2 - 2g. So that is equal to u² / 2g. So this equation you should remember. The maximum height attained by a body thrown vertically up with velocity u. u എന്ന വേഗതയിൽ വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിഞ്ഞൊരു കല്ല് അച്ചീവ് എത്തുന്ന മാക്സിമം ഹൈറ്റ് നുള്ള ഇക്വേഷൻ u² / 2g. ഇത് കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. പ്രോബ്ലത്തിലൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാം. സോ u² / 2g. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ്, രണ്ടാമത്തെ പാർട്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് t is the time taken to reach ground. ആ ബോഡി എറിഞ്ഞതിന് ശേഷം തിരിച്ച് അതേ ഗ്രൗണ്ട് ലെവലിൽ എത്താൻ എടുക്കുന്ന സമയം. ക്യാപിറ്റൽ T ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആകുമ്പോൾ നമ്മൾ എവിടെയാണോ എറിഞ്ഞത് അതേ സ്ഥലത്ത് തന്നെ ആ കല്ല് എന്ത് ചെയ്തിട്ടുണ്ടാവും? തിരിച്ചു വന്നിട്ടുണ്ടാവും. സോ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നതും ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ആ സമയം അതിനെടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ പറയുമ്പോൾ നേരെ മേലേക്ക് എറിഞ്ഞ കല്ല് തിരിച്ച് അതേ ലെവലിൽ എവിടെ നിന്നാണോ ഇനീഷ്യൽ പൊസിഷൻ അതേ ലെവലിൽ തിരിച്ചെത്താൻ എടുക്കുന്ന സമയം. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇനീഷ്യൽ പൊസിഷൻ തന്നെയായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. xt - x0 = 0. ദെൻ v0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി u തന്നെയാണ്, a - g തന്നെയാണ്. ഇത്രയും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന ഇക്വേഷനിൽ ടൈം നിർബന്ധമാണ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം 0 ആണ്, ആക്സിലറേഷനും അറിയാം, ഇനീഷ്യൽ വെലോസിറ്റിയും അറിയാം, ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയില്ല. അപ്പോൾ ഫൈനൽ വെലോസിറ്റി വരാത്ത ഒരു ഇക്വേഷൻ തപ്പണം, ടൈം വേണം. ഏത് ഇക്വേഷനാണത്? സോ ദാറ്റ് ഈസ് xt - x0 is equal to v0t plus half at². അതിൽ ഫൈനൽ വെലോസിറ്റി വരുന്നില്ല. സോ ദാറ്റ് ഈസ് ദി പ്രോപ്പർ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഉപയോഗിക്കും. സോ s is equal to അല്ലെങ്കിൽ xt - x0 എന്ന് പറഞ്ഞാൽ s is equal to ut plus half at².
എക്ക് മൈനസ് സി എന്ന് കൊടുക്കുക. ടി എന്ന് പറയുന്ന ആൾക്ക് ക്യാപിറ്റൽ ടി കൊടുക്കുക, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ എസിൻ്റെ വാല്യൂ എന്താവും? 0 എന്നാവും, കാരണം തിരിച്ചെത്തിയല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0. സോ എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ടിക്ക് ക്യാപിറ്റൽ ടിയും കൊടുത്തു. അപ്പോൾ എക്ക് മൈനസ് സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ കൊടുക്കുമ്പോൾ 0 ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ക്യാപിറ്റൽ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് വരും. അത് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് ചെയ്താൽ യു ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി എന്ന് വരും. ടി കൊണ്ട് 2 ഭാഗം ടി കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 0 കിട്ടും, ഇവിടെ യു കിട്ടും, ഇവിടെ മൈനസ് ഹാഫ് ജി ടി കിട്ടും. എന്നിട്ട് ഈ ഹാഫ് ജി ടിനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ യു ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി എന്ന് കിട്ടും, or ടി ഇസ് ഈക്വൽ ടു 2u by g എന്ന് കിട്ടും. സോ ദി ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് 2u by g. ഈ 2 ഇക്വേഷനും ബൈ ഹാർട്ടായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പരീക്ഷകൾക്കൊക്കെ ചിലപ്പോൾ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു മുകളിലേക്ക് ഒരു സ്റ്റോൺ, ഒരു വസ്തു ഒബ്ജക്റ്റ് ത്രോ ചെയ്താൽ അത് എത്തുന്ന മാക്സിമം ഹൈറ്റ് u² by 2g, where u is the initial velocity and the time of flight. The body is in flight for a time t equal to 2u by g. 2u by g സമയത്തേക്ക് അത് ഫ്ലൈറ്റിലായിരിക്കും. 2u by g കഴിഞ്ഞാൽ അത് എറിഞ്ഞ് അതേ ലെവലിൽ തിരിച്ചു. ഓക്കെ, ഇതൊരു പ്രോബ്ലമാണ്. ഈ ആൻസേഴ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ചിലപ്പോൾ ഇത് ഷോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാം, പ്രോബ്ലം തരാം. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഈ കഴിഞ്ഞ പ്രോബ്ലം മനസ്സിലാവാത്തതിൻ്റെയും പറയണം കേട്ടോ. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തതിൻ്റെ അപ്പോൾ ചോദിക്കണം. പ്രോബ്ലം അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആവശ്യം വരും കുറച്ച് കഴിഞ്ഞാൽ. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വേണം. ടെക്സ്റ്റ് ബുക്കിലെ എക്സർസൈസുകൾ ഞാനൊന്ന് 1-2 എണ്ണം അതിന് എടുക്കുകയാണ്. അപ്പോൾ ആവശ്യം വരും കുറച്ച് കഴിഞ്ഞാൽ. റിലേറ്റീവ് വെലോസിറ്റി, ദിസ് ഈസ് ദി ലാസ്റ്റ് സെക്ഷൻ ഇൻ ദിസ് ചാപ്റ്റർ. ഇതും കൂടി ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്താൽ, റിലേറ്റീവ് വെലോസിറ്റിയും കൂടി ഡിസ്കസ് ചെയ്താൽ പിന്നെ നമ്മളുടെ ഈ ടോപ്പിക്ക്, ഈ ചാപ്റ്റർ അവസാനിക്കും. പിന്നെ പ്രോബ്ലംസ് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് 1-2 ചെയ്യാം. സോ പെട്ടെന്ന് റിലേറ്റീവ് വെലോസിറ്റി പല കുട്ടികൾക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കൺസെപ്റ്റാണ്. ചില കുട്ടികൾക്കൊക്കെ ഒരു പ്രയാസം തോന്നാറുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിലൂടെ തന്നെ മനസ്സിലാക്കിയാൽ മതി. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഫിസിക്കൽ സിറ്റുവേഷൻസിലേക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മാത്തമാറ്റിക്സിലൂടെ തന്നെ മനസ്സിലാക്കിയാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് ഈസി. ഫിസിക്കലി ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ആദ്യം റിലേറ്റീവ് മോഷൻ പഠിക്കണം. 2 വസ്തുക്കൾ കൺസിഡർ ചെയ്യുന്നു, എയും ബിയും. Two objects. They are moving uniformly with velocities v and vb in one dimension. ചെറിയൊരു കറക്ഷൻ in one dimension എന്നാണ്. in one dimension എന്നാണ്. അപ്പോൾ ഒരു 1 dimensional മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന 2 ഒബ്ജക്ട്സ്, ഒന്ന് എ ഒന്ന് ബി. എന്താണ് അവയുടെ പ്രത്യേകത? they are moving with uniform velocity. യൂണിഫോം മോഷനിലാണ്. ഒന്ന് എയുടെയും ബിയുടെയും വെലോസിറ്റി തുല്യമാണെന്നില്ല. പക്ഷെ എ വി എ എന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിയിലും ബി വി ബി എന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിയിലും മൂവ് ചെയ്യും along the positive x-axis with respect to ground. നമ്മൾ മുൻപ് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, മോഷൻ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആധാരം വേണം, ഒരു റെഫറൻസ് വേണം. നമ്മൾ സാധാരണ അൺലെസ് അതർവൈസ് റെഫേർഡ്, ദ റെഫറൻസ് ഈസ് അസ്യൂംഡ് ടു ബി അറ്റ് ദി ഗ്രൗണ്ട് ലെവലിലാണ് നമ്മൾ റെഫറൻസ് വെക്കുക. അപ്പോൾ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് സാധാരണഗതിയിൽ പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഫോർ എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദി ഗ്രൗണ്ട് or with reference to the ground earth surface, the velocity of that particle is 10 meter per second എന്നാണ്. അപ്പോൾ നമ്മൾക്ക് യഥാർത്ഥത്തിൽ വേഗത പറയണമെങ്കിൽ, വെലോസിറ്റി, പൊസിഷൻ, ഇതൊക്കെ പറയണമെങ്കിൽ യു നീഡ് എ റെഫറൻസ് ഗ്രൗണ്ട്, ഒരു റെഫറൻസ് പോയിന്റ്, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഏത് ഫ്രെയിമിലുള്ള വെലോസിറ്റിയാണ് എന്ന് പറയാറില്ല. അപ്പോൾ അത്തരം കേസിൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഫ്രെയിം അറ്റാച്ച്ഡ് ടു ദി എർത്ത് സർഫസ്. ഭൂമിയുടെ സർഫസിൻ്റെ, അതായത് എർത്ത് ഗ്രൗണ്ട് ലെവൽ, ഗ്രൗണ്ടുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് പറയുന്നത്. അത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന വെലോസിറ്റി ആവാം, ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉപകരണം അളക്കുന്ന വെലോസിറ്റി ആവാം. ഇതൊക്കെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടാണ്. അപ്പോൾ നോർമലി വെൻ വി സേ ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ദിസ് മച്ച്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഫെൽറ്റ് ബൈ എ പേഴ്സൺ ഓൺ സ്റ്റാൻഡിങ് ഓൺ ദി ഗ്രൗണ്ട്, or the velocity measured by a device established on the ground, or the velocity measured by a laboratory attached to the earth surface. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത ഏത് വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അത് പറയും വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു സം അതർ, സേ വിത്ത് റെസ്പെക്ട് ടു എ ബസ്. ഒരു മൂവിങ് ബസ്സിനെ അപേക്ഷിച്ച് എയുടെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബസ് എന്ന് തന്നെ പറയണം. ഓക്കെ,
അപ്പം അങ്ങനെ രണ്ട് വസ്തുക്കൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ അങ്ങനെ മൂവ് ചെയ്യാണ്. ഒന്നാമത്തെ ആളുടെ വി എ, രണ്ടാമത്തെ ആളുടെ വി ബി. ഒന്നാമത്തെ ആളുടെ എ എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ ടൈം ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മോഷൻ ഒബ്സർവ് ചെയ്യുന്ന സമയം ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ when we starts to observe or study the motion of the particles. ഈ പാർട്ടിക്കിൾസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ആ മോഷൻ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവയുടെ പൊസിഷൻസ് എക്സ് എ ഓഫ് 0 എന്നും എക്സ് ബി ഓഫ് 0 എന്നും എടുത്തു. ഞാൻ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഞാൻ മോഷൻ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന ഇൻസ്റ്റന്റ്ലി എ എന്ന് പറയുന്ന ആള് എക്സ് എ ഓഫ് 0 എന്ന പൊസിഷനിലായിരുന്നു, ബി എന്ന് പറയുന്ന ആൾ എക്സ് ബി ഓഫ് 0 എന്നുള്ള പൊസിഷനിലായിരുന്നു. ഏതെങ്കിലും രണ്ട് പൊസിഷന്റെ വാല്യൂസ് 5 സെന്റിമീറ്ററിലായിരുന്നു എക്സ് എ, എക്സ് ബി എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററിലായിരുന്നു എന്ന് പറഞ്ഞാൽ എക്സ് എ ഓഫ് 0 5 സെന്റിമീറ്റർ, എക്സ് ബി ഓഫ് 0 3 സെന്റിമീറ്റർ. ഇതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത്രയും മനസ്സിലായി. അവിടെ നോക്കുന്ന ഇൻസ്റ്റന്റ് അതായിരുന്നു. പിന്നെ അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒബ്സർവേഷൻ ആരംഭിച്ച് ടി സെക്കൻഡ് കഴിയുമ്പോൾ അവരുടെ പൊസിഷൻ എക്സ് എ ഓഫ് ടി എന്നും എക്സ് ബി ഓഫ് ടിയുമാണെന്ന് ഇരിക്കട്ടെ. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ രണ്ടാളുകൾ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഒന്നാമത്തെ ഒരാളുടെ വെലോസിറ്റി പേര് എ, മറ്റേയാളുടെ പേര് ബി. എയുടെ വെലോസിറ്റി വി എ, ബിയുടെ വെലോസിറ്റി വി ബി. ഇനീഷ്യലി ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്ന ഇൻസ്റ്റന്റ്ലി എ എന്ന് പറയുന്ന ആള് ഒരു ഫിക്സഡ് ഒരു പൊസിഷനിലാണുള്ളത്, അത് എക്സ് എ ഓഫ് 0 ആണ്. ബി എന്ന് പറയുന്ന ആൾ ആ ഇൻസ്റ്റന്റിലുള്ള അയാളുടെ പൊസിഷൻ എക്സ് ബി ഓഫ് 0 ആണ്. ആ പൊസിഷൻ ഇങ്ങനെ സമയത്തിനനുസരിച്ച് മാറും, മൂവ് ചെയ്യാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ എയുടെ പൊസിഷൻ എക്സ് എ ഓഫ് ടി ആയി, ബിയുടെ പൊസിഷൻ എക്സ് ബി ഓഫ് ടി ആയി. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എ ഓഫ് ടിയും എക്സ് ബി ഓഫ് ടിക്കുള്ള ഇക്വേഷൻ ആണ് ഇനി എഴുതാൻ പോകുന്നത്. എക്സ് എ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ് എ ഓഫ് 0 പ്ലസ് വി എ ഓഫ് വി എ ടി ആൻഡ് എക്സ് ബി ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ബി ഓഫ് 0 പ്ലസ് വി ബി ടി. ഇത് എക്സ് ടി ഈസ് ഈക്വൽ ടു എക്സ് 0 പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വേണം. ആ എ ടി സ്ക്വയർ വരാത്തതിൻ്റെ കാരണം യൂണിഫോം മോഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആക്സലറേഷൻ ഉണ്ടാവില്ല. സോ ദിസ് ഈസ് ദി ഫൈനൽ പൊസിഷൻ ഓഫ് എ. ദിസ് ഈസ് ദി പൊസിഷൻ ഓഫ് എ ആഫ്റ്റർ ടി സെക്കൻഡ്സ്. ദിസ് ഈസ് ദി പൊസിഷൻ ഓഫ് ബി ആഫ്റ്റർ ടി സെക്കൻഡ്സ്. ഇനി വാട്ട് വിൽ ബി ദി പൊസിഷൻ ഓഫ് ബി ആസ് മെഷേർഡ് ഫ്രം എ? എയെ റെഫറൻസ് ആക്കി എടുത്തിട്ട് ബിയുടെ പൊസിഷൻ അളന്നാൽ എന്തായി? അല്ലെങ്കിൽ എ മുതൽ ബി വരെയുള്ള അകലം എത്രയായിരുന്നു? അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ബിയുടെ പൊസിഷനിൽ നിന്ന് എയുടെ പൊസിഷൻ കുറക്കണം. എ എന്ന് പറയുന്ന ആൾ 5 മീറ്ററിലാണ്, ബി എന്ന് പറയുന്ന ആൾ 15 മീറ്ററിലുമാണ്. ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു ഗ്രൗണ്ട് അല്ലെങ്കിൽ വിത്ത് റെഫറൻസ് ടു സം ഫിക്സഡ് റെഫറൻസ് പോയിന്റ്. എ ഈസ് അറ്റ് 5 സെന്റിമീറ്റർ, ബി ഈസ് അറ്റ് 15 സെന്റിമീറ്റർ, സേ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് മോഷൻ. ആ സമയത്ത് എയും ബിയും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ എക്സ് 15 - 5 10 മീറ്റർ ആവുമല്ലോ. എ 5 മീറ്ററിലാണ്, ബി 15 മീറ്ററിലാണ്. ഒരു ഇൻസ്റ്റന്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ എ നിൽക്കുന്നത് 5 മീറ്ററിലാണ്, ബി നിൽക്കുന്നത് 15 മീറ്ററിലാണ്. അപ്പോൾ ആ ഇൻസ്റ്റന്റിൽ എയും ബിയും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 - 5 ദാറ്റ് ഈസ് 10 മീറ്റർ. ഓക്കെ. അപ്പോൾ at any instant of motion the distance between A and B is given by the displacement of B as measured from A ആണ്. ഞാൻ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ ഡയറക്ഷൻ പറയാം. ആ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി ആസ് മെഷേർഡ് ഫ്രം എ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എ ടു ബി ആണ്. അപ്പോൾ അവിടെ ഡയറക്ഷൻ വിച്ച് ഈസ് എക്സ്. അതിന് നമ്മൾ എക്സ് ബി എ എന്ന് വിളിക്കും. എക്സ് ബി എ ഓഫ് ടി, ഈ നൊട്ടേഷൻ ശ്രദ്ധിക്കണം. എക്സ് സഫിക്സ് ബി എ എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ഓർ ദി പൊസിഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയാം. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി, ആരുടെ ഡിസ്പ്ലേസ്മെന്റ് ആണെന്നാണ് ആദ്യം പറയേണ്ടത്, അല്ലെങ്കിൽ ആരുടെ പൊസിഷൻ ആണെന്നാണ് ആദ്യം പറയേണ്ടത്. ഏതിന് ആധാരമാക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആര് മെഷർ ചെയ്താൽ കിട്ടുന്നതാണ്? ബിയുടെ പൊസിഷൻ ആസ് മെഷേർഡ് ബൈ എ എന്നാണ് എക്സ് ബി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ എക്സ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി ഫ്രം എ, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്. അത് മനസ്സിലാക്കണം. ഈ നൊട്ടേഷൻ അങ്ങനെ തന്നെ തറവായിട്ട് പഠിക്കണം. ഇതിലാണ് കൺഫ്യൂഷൻ ഉണ്ടാവും കുട്ടികൾക്ക്. എന്താണ് എക്സ് ബി എ, എന്താണ് എക്സ് എ ബി, ഇങ്ങനെയുള്ള കുറേ നൊട്ടേഷൻസ് റിലേറ്റീവ് വെലോസിറ്റിയിൽ വരും. അപ്പോൾ എക്സ് ബി എ, ബി എ എന്നിട്ടാൽ ഓഫ് ബി ആസ് മെഷേർഡ് ബൈ എ. ഓഫ് ബി, ബിയുടേത് എക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ബിയുടേത്, അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ളത്. ഇതാണ് എക്സ് ബി എ. So position of B as measured from A or the displacement of B from A after t seconds is equal to position of B after t seconds minus position of A after t seconds. Equation xa of t kum xb of t kum equations substitute ചെയ്താൽ it will be xb of 0 minus xa of 0 plus vb minus va into t. ഇതെന്താണ്? ഇനീഷ്യലി മോഷൻ
തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മോഷൻ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് എയും ബിയും തമ്മിലുള്ള അകലമായിരുന്നു എക്സ് ബി ഓഫ് 0 മൈനസ് എക്സ് എ ഓഫ് 0. ഓക്കെ, ഇത് ടി സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള അകലമാണ്. സോ ദ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദീസ് ടു ബോഡീസ് ആഫ്റ്റർ ടി സെക്കൻഡ് ഇസ് ഈക്വൽ ടു the initial displacement between that two bodies plus the difference in velocity or Vb minus Va into t. ഇതിനെ നമ്മൾ വിളിക്കും the relative velocity. Vb minus Va is called the relative velocity. So the final position displacement between two bodies A and B is equal to the initial displacement between that two bodies plus the relative velocity into t. Okay. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ the displacement the final displacement of B from A is equal to the initial displacement of B from A plus the relative velocity of B with respect to A into t. ഒന്നുകൂടി പറയാം, the final displacement of B as measured from A, അതാണത് xB of t minus xB xa of t. The final അല്ലെങ്കിൽ the displacement of B from A after t seconds, the displacement of B from A after t seconds, or the position of B with reference to A after t seconds is equal to the displacement of B from A initially, the initial displacement of B as measured from A, that is xB of 0 minus xa of 0, plus the relative velocity of B with respect to A. Vb minus Va is interpreted as, it is understood as, it is read as the relative velocity of B with respect to A into t into time. Okay, ഇതാണ് final displacement in equation. So final distance between objects is equal to initial distance between object plus relative velocity into time interval എന്നുള്ള ഫോമിലാണത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ relative velocity of B as measured from A. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതേ റൂൾ ഉപയോഗിച്ച് എക്സ് ബി എന്ന് എഴുതി അതുപോലെ എഴുതുമ്പോൾ വി ബി എന്ന് എഴുതാം. സോ ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഇസ് ഡിഫൈൻഡ് ആസ് വി ബി എ. ഇങ്ങനെ കണ്ടാൽ ഇറ്റ് ഈസ് ഓഫ് ബി, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി. ആര് മെഷർ ചെയ്തത്? എ മെഷർ ചെയ്താൽ കിട്ടുന്നത്, അല്ലെങ്കിൽ എയിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്താൽ, അല്ലെങ്കിൽ എ എന്ന വസ്തുവിന് ഫീൽ ചെയ്യുന്ന, എക്ക് ഫീൽ ചെയ്യുന്ന ബിയുടെ വെലോസിറ്റി വി ബി എ ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. വി ബി മൈനസ് വി എ, വേറെ വി ബി എന്താണ്? Vb is the velocity of B. അപ്പോൾ പറയുമ്പോൾ ആർക്കും വിത്ത് റെസ്പെക്ട് ടു വാട്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. The velocity of B with respect to A is equal to velocity of B with respect to the ground minus velocity of A with respect to the ground. മറ്റ് ഒന്നും എന്തിനാധാരമായിട്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ അണ്ടർസ്റ്റുഡ് ഇറ്റ് ഈസ് വി ബി. വേണമെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? വി ബി എ ഈക്വൽ ടു വി ബി ജി മൈനസ് വി എ ജി, വെർ ജി സ്റ്റാൻഡ്സ് ഫോർ ദി ഗ്രൗണ്ട് ലെവൽ, എർത്ത് സർഫസ്. So VBA is equal to VB minus VA, അല്ലെങ്കിൽ VBA is equal to VBG minus VAG, where VBA is the velocity of object B with respect to object A, or velocity of object B as measured by the object A, or velocity of object B as felt from A. So VBA is equal to VB minus VA. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ മോസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് എല്ലാ തരം മോഷനിലും ജനറലായിട്ട് 3 ഡയമെൻഷനിലെ വരെ ഏത് ഡയമെൻഷനിലെ മോഷനിലായാലും ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ്. വി ബി എ ദ വെക്ടർ അവിടെ അപ്പോൾ വെലോസിറ്റി വി ബി എ ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. അവിടെ എത്തുമ്പോൾ മോർ ദാൻ 1 ഡയമെൻഷൻ വരുമ്പോൾ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ പഠിക്കും ആ പിന്നെ വെക്ടറായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയമെൻഷനിലും ഈക്വേഷൻ ബാധകമാണ്. വി ബി എ ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വൈ ബി എ. ഇപ്പോൾ നിങ്ങൾ സിമ്പിൾ 1 ഡയമെൻഷണൽ മോഷൻ്റെ കേസിൽ ഓർത്തിരുന്നാൽ മതി. VBA, velocity of B with respect to A is equal to velocity of B minus velocity of A all with respect to ground. അപ്പോൾ തിരിച്ചുള്ള വെലോസിറ്റി എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഉറപ്പല്ല. വെലോസിറ്റി ഓഫ് A with respect to B ചോദിച്ചാൽ മൈനസ് വെലോസിറ്റി ഓഫ് B with respect to A ആയിരിക്കും. ക്ലിയർ ആണല്ലോ. So the relative velocity of A with respect to B is defined as VAB is equal to minus VBA. VAB is equal to VA minus VB. VAB ആണ് VA minus VB, which is minus VBA. അപ്പോൾ ഇങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്നും അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഇക്വേഷൻ ഇത് മനസ്സിലാവണമെങ്കിൽ പ്രോബ്ലം ചെയ്യണം. അതിൻ്റെ മുന്നേ ഗ്രാഫ് ഒന്ന് പഠിക്കാം. XT ഗ്രാഫ്സ്, പൊസിഷൻ ടൈം ഗ്രാഫ്സ് ഫോർ റിലേറ്റീവ് മോഷൻ.
റിലേറ്റീവ് മോഷന്റെ ഗ്രാഫാണ് ഈ വരച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ രണ്ട് ഗ്രാഫ് ഉണ്ടാവും. കാരണം രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്, രണ്ട് വസ്തു ഉണ്ടാവുമ്പോഴല്ലേ റിലേറ്റീവ് മോഷൻ തന്നെ പറയാൻ പറ്റുന്നുള്ളൂ. ഒന്നാമത്തെ കേസ് വി എ ഈക്വൽ ടു വി ബി എന്നാണ്. വി എയും വി ബി ഈക്വൽ ആണ്. അവർ രണ്ടാളും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. രണ്ടാളും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയുള്ള രണ്ടാളെ ഗ്രാഫാണ് എക്സ് എ ഓഫ് 0, എക്സ് ബി ഓഫ് 0. അപ്പോൾ എക്സ് എ ഓഫ് 0 ഇസ് ദി ഇനീഷ്യൽ പൊസിഷൻ. ടൈം ടി ഈക്വൽ ടു 0 ആകുമ്പോൾ എയുടെ പൊസിഷൻ. എക്സ് ബി ഓഫ് 0 എന്ന് പറയുന്നത് ടൈം ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ബിയുടെ പൊസിഷൻ. രണ്ടും സെയിം ആയിട്ടല്ല ഇതിലെടുത്തിട്ടുള്ളത്. സെയിം ആവാം, ആവാതിരിക്കാം. ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എക്സ് ഇനീഷ്യൽ പൊസിഷൻസ് ഡിഫറെൻ്റ് ആണ്. എക്സ് ബി കുറച്ച് മുന്നിലാണ് എക്സ് എയേക്കാളും. അങ്ങനെയാണുള്ളത്. ഇനി രണ്ടാളും ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അവ തമ്മിൽ ഇനീഷ്യലി തുടങ്ങുമ്പോഴുള്ള മോഷൻ തുടങ്ങുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ എക്സ് ബി ഓഫ് 0 മൈനസ് എക്സ് എ ഓഫ് 0 ആണ്. അത് തന്നെ ആയിരിക്കും എല്ലായ്പ്പോഴും. കാരണം ദീസ് ആർ പാരലൽ, രണ്ടും ഒരേ വെലോസിറ്റിയിലാണ്, പാരലൽ ലൈൻസ് ആണ്. സോ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഏത് സമയത്തുള്ള ഡിസ്റ്റൻസ് എടുത്താൽ ഇത് പാരലൽ, ഈ പൊസിഷൻ ആക്സിസിന് പാരലായിട്ട് എവിടെ ലൈൻ വരച്ചാലും ഒരേതാകും. അപ്പോൾ ഈ കേസിൽ പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടല്ലോ. ഇവിടെ വി എ വി ബി ഈക്വൽ ആണ്, രണ്ട് പാർട്ടികളുടെ വെലോസിറ്റി ഈക്വൽ ആണ്. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ആണ്. സ്ലോപ്പ് ഈക്വൽ ആകുമ്പോൾ പാരലലായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദി രണ്ട് പാർട്ടികൾ തമ്മിലുള്ള അകലം മാറുന്നില്ല. അപ്പോൾ വാട്ട് ഈസ് ദി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി? റിലേറ്റീവ് വെലോസിറ്റി എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 0. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി 0 ആയിരിക്കും. കാരണം റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എയും വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടും വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടും ഒരേപോലെയാണ്. അപ്പോൾ ആ ഡിഫറൻസ് വി എ മൈനസ് വി ബി എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. സോ ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ is 0 ആൻഡ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി is 0. കൃത്യമാണ്. രണ്ട് ട്രെയിൻ പാരലൽ ആയിട്ടുള്ള ട്രാക്കിൽ ഇങ്ങനെ ഒരേ വേഗതയിൽ മൂവ് ചെയ്താൽ ഒരു ട്രെയിനിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് മറ്റേ ട്രെയിൻ മൂവ് ചെയ്യുന്നില്ല, എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അയാൾക്ക് അപ്പുറത്തെ ട്രെയിനിലുള്ള വിൻഡോയിലൂടെ ഒരാളുമായിട്ട് സുഖമായിട്ട് സംസാരിച്ച് പോകാം, ഒരേ വേഗതയിലാണെങ്കിൽ, ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യാണ്. ദാറ്റ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു വൺ ട്രെയിൻ ദി അതർ ട്രെയിൻ ഈസ് നോട്ട് മൂവിങ്. അതേസമയം വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ബോത്ത് ട്രെയിൻസ് ആർ മൂവിങ്. വ്യത്യാസം മനസ്സിലാക്കണം. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ബോത്ത് ട്രെയിൻസ് ആർ മൂവിങ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വൺ ട്രെയിൻ ദി അതർ ട്രെയിൻ ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഒബ്ജക്ട് ബി ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എ, object A is at rest with respect to B, but both A and B are moving with respect to ground. അതാണ് പിക്ചർ. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി 0 ആയിരിക്കും. പക്ഷേ വെലോസിറ്റി 0 ആണോ? അല്ല, രണ്ടിൻ്റെയും വെലോസിറ്റി 0 അല്ല. ബട്ട് ദി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് വൺ വിത്ത് റെസ്പെക്ട് ടു അതർ ഈസ് 0. ഇനി രണ്ടാമത്തെ കേസ് എടുക്കാം. രണ്ടാമത്തെ കേസ് വി എ ഗ്രേറ്റർ ദാൻ വി ബി. നേരത്തെ വി എ ഈക്വൽ ടു വി ബി ആണ്. വി എ ഗ്രേറ്റർ ദാൻ വി ബി മാത്രമല്ല, വി എയും വി ബിയും ഒരേ ഡയറക്ഷനിലാണ്. വി എയും വി ബി ഒരേ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞാൽ വി എയും വി ബിയും പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. പക്ഷേ വി എ കൂടുതലാണ് വി ബിയേക്കാൾ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വി എ കുറച്ച് കൂടുതൽ സ്റ്റീപ്പായിട്ട് വരക്കണം. വി എൻ്റെ സ്ലോപ്പ് കൂടണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരച്ചത്. എ എന്ന് പറയുന്ന ആളെ സ്ലോപ്പ് കുറച്ച് കൂട്ടി വരച്ചു, ബി എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കുറച്ചും വരച്ചു. ഇവിടെ നമ്മൾ എടുത്തത് എക്സ് എ ഇനീഷ്യലി എ എന്ന് പറയുന്നത് ബിയുടെ പിന്നിലായിരുന്നു. ബി ആണ് മുന്നിൽ, എക്സ് ബി ആണ് കൂടുതലുള്ളത്. എക്സ് എ ഓഫ് 0 കുറവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബി എയുടെ മുന്നിലാണ്, അല്ലെങ്കിൽ എ ബിയുടെ പിന്നിലാണ്. പക്ഷേ എക്കാണ് കൂടുതൽ വെലോസിറ്റി ബിയിനേക്കാൾ. തുടങ്ങുമ്പോൾ ബി മുന്നിലും എ പിന്നിലുമാണ്. പിന്നെ ഇവ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എക്ക് എന്തുണ്ട്? ബിയിനേക്കാൾ കൂടുതൽ വേഗത ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എ എന്ത് ചെയ്യും? ബി എ ഓവർടേക്ക് ചെയ്യും. അതാണ് ഈ പറഞ്ഞത്. വെൻ എക്സ് എ ഓഫ് 0 ലെസ് ദാൻ എക്സ് ബി ഓഫ് 0, വി എ ഗ്രേറ്റർ ദാൻ വി ബി ആണ്. അപ്പോൾ എക്സ് എ ഓഫ് 0 എക്സ് ബി ഓഫ് 0നേക്കാൾ കുറവാണെങ്കിൽ അല്പസമയം കഴിയുമ്പോൾ T1 എന്ന് പറയുന്ന സമയത്തുമ്പോൾ എ എന്ത് ചെയ്യും? ബി എ ഓവർടേക്ക് ചെയ്യും. സോ എ ഓവർടേക്സ് ബി അറ്റ് T1. അതാണ് ഈ ഗ്രാഫിൻ്റെ സവിശേഷത. T1ൽ വെച്ചിട്ട് ഇത് രണ്ടും ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് ഓവർടേക്ക്. ഓവർടേക്ക് ചെയ്യാനുള്ള കാരണം എന്താണ്? എ പിന്നിലായതുകൊണ്ട്. കൂടുതൽ വെലോസിറ്റി ഉള്ള എ പിന്നിലും കുറഞ്ഞ വെലോസിറ്റി ഉള്ള ബി മുന്നിലുമാണ്. നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ബിക്കാണ് വെലോസിറ്റി കൂടുതൽ, വി ബി ആണ് കൂടുതൽ ആയിരുന്നു, ബിക്ക് വെലോസിറ്റി കൂടുതലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റൂലായിരുന്നു. ഈ ഗ്രാഫൊക്കെ നോക്കിയല്ലോ, മനസ്സിലാക്കിയല്ലോ. റിലേറ്റീവ് വെലോസിറ്റിയുടെ രണ്ടാമത്തെ കേസാണ്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും കേസാണ് ഇവിടെ കൊടുത്തത്. 4 കേസാണ് പറയാനുള്ളത്. വെൻ ബി എ ലെസ് ദാൻ വി ബി, നേരത്തെ പറഞ്ഞ ഓവർടേക്ക് ചെയ്യൂല എന്ന് പറഞ്ഞ കേസാണ്. ബി എ വി ബിനേക്കാൾ കുറവാണ്.
ഇവിടെ നോക്കുക, ബി എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ ടൈം ഗ്രാഫിന് സ്ലോപ്പ് കുറച്ച് കൂടുതലാണ്. എയുടെ സ്ലോപ്പ് അതിനേക്കാൾ കുറച്ച് കുറവാണ്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ ഈസ് ലെസ് ദാൻ വെലോസിറ്റി ഓഫ് ബി. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഈസ് ലെസ് ദാൻ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ആൻഡ് ബി ഈസ് അഹെഡ് ഓഫ് എ. ബി എയുടെ മുന്നിലാണ്. അതുകൊണ്ട് ബി എ ഒരു കാലത്തും ബി എ ഓവർടേക്ക് ചെയ്യില്ല. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി 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 വരും. ഓക്കെ. ആൻഡ് ദി റിലേറ്റീവ് വെലോസിറ്റി ഈസ് നെഗറ്റീവ്. Relative velocity of A with respect to B is negative. Relative velocity of A with respect to B is negative. Relative velocity of B with respect to A. B എയിൽ നിന്ന് പോസിറ്റീവ് ദിശയിൽ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അതാണ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ബിയുടെ വെലോസിറ്റി എയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ബി എയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി അടുത്ത കേസ്, നാലാമത്തെ കേസ് നോക്കാം. When V and VB are in opposite directions, say VA is in positive x direction and VB is in negative direction. ഇനി ഒരാൾ ഇവിടുന്ന് ഒരു ദിശയിൽ തെക്കുന്ന് വടക്കോട്ട് പോകുന്നു. അപ്പോൾ എതിർ ബി എന്ന് പറയുന്ന ആൾ വടക്ക് നിന്ന് തെക്കോട്ട് യാത്ര ചെയ്യുന്നു. ഒരേ സ്ട്രൈറ്റ് ലൈനിൽ പാരലൽ സ്ട്രൈറ്റ് ലൈനിലാവാം, പക്ഷെ ഒരേ ഡയറക്ഷൻ. ഒന്ന് നോർത്ത് ടു സൗത്ത് ആണെങ്കിൽ ഒന്ന് സൗത്ത് ടു നോർത്ത്, അല്ലെങ്കിൽ ഒന്ന് ഈസ്റ്റ് ടു വെസ്റ്റ് ആണെങ്കിൽ അതർ ഈസ്റ്റ് വെസ്റ്റ് ടു ഈസ്റ്റ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യും. ആ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ അവ തമ്മിൽ പാസ് ചെയ്ത് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നത് കാണാമല്ലോ. നമ്മൾ ഒരു കാർ സ്ട്രൈറ്റ് റോഡിൽ രണ്ട് എൻഡിൽ നിന്ന് രണ്ട് കാറുകൾ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ആരുടെ വെലോസിറ്റിയാണോ കൂടുതൽ, ആരുടെ വെലോസിറ്റി കുറവൊക്കെ അനുസരിച്ച് പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകും. ആ പാസ് ചെയ്ത് പോകുന്ന സമയമാണ് T1. ഓക്കെ. ഇവിടെ നോക്കുക, എ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. കാരണം എയുടെ സ്ലോപ്പ് പോസിറ്റീവാണ്. എയുടെ വെലോസിറ്റി പോസിറ്റീവാണ്, കാരണം ഇത് സ്ലോപ്പ് പോസിറ്റീവായിട്ടുള്ള സ്ട്രൈറ്റ് ലൈനാണ്. ബിയുടെ പൊസിഷൻ ഗ്രാഫ് വെച്ചാൽ വിച്ച് ഈസ് സ്ട്രൈറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് എന്ന് കാണാം. അപ്പോൾ ബി ആണ് ഓപ്പോസിറ്റ്, എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബി ആണ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. എ മൂവ്സ് ഇൻ ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് ബി മൂവ്സ് ഇൻ ദി നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അത് ഇതിൽ നിന്ന് ക്ലിയർ ആണ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആൾക്ക് വെലോസിറ്റി പോസിറ്റീവ് ആണ്. So slope will be positive. So this is the positive slope straight line. This is a negative slope straight line. So this represents the velocity of B. And A and B crosses each other at time T1. അതാണ് ഈ ഗ്രാഫ് എന്ന് മനസ്സിലാക്കുക. So these are all about relative velocity and their position time graphs. So these graphs, ഈ ഗ്രാഫ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. So you should understand this graph thoroughly and you should be able to interpret various questions related to these graphs. അങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗ്രാഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലായാൽ മാത്രമേ ഗ്രാഫിൽ നിന്ന് അതിൻ്റെ ആൻസർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗ്രാഫിൽ നിന്ന് ആൻസർ ഉണ്ടാക്കണമെങ്കിൽ ഗ്രാഫിൻ്റെ ഒരു കൺസെപ്റ്റും വേണം, നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ കൺസെപ്റ്റും വേണം ആൻസർ ഉണ്ടാക്കണമെങ്കിലും വരക്കണമെങ്കിലും ഒക്കെ. ഓക്കെ. സോ ദിസ് ഇസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി തറവാക്കാനുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ. ഈ പ്രോബ്ലം ചെയ്യാം, അത് ശ്രദ്ധിക്കുക. 2 parallel rail tracks run north south ഡയറക്ഷനിൽ ഉള്ള രണ്ട് പാരലൽ ആയിട്ടുള്ള ട്രാക്കാണ്. രണ്ട് ട്രെയിൻസിൻ്റെ എ ആൻഡ് ബി. എ മൂവ്സ് നോർത്ത് അറ്റ് 54 km/h while train B heads south at 90 km/h on the other track. ഒരു ട്രാക്കിലൂടെ എ എന്ന് പറയുന്ന ട്രെയിൻ വടക്കോട്ട് 54 km/h വേഗതയിൽ യാത്ര വരുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള ട്രാക്കിലൂടെ തെക്കോട്ട് 90 km/h വേഗതയിൽ ബി എന്ന് പറയുന്ന ട്രെയിൻ മൂവ് ചെയ്യും. ഫൈൻഡ്, നിങ്ങളോട് കാണാൻ പറഞ്ഞത് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഒന്നാമത്തത്. രണ്ടാമത്തെ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. ബിയിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രൗണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, ഗ്രൗണ്ട് മൂവ് ചെയ്യുമല്ലോ, കാറിലൊക്കെ പോകുമ്പോൾ കണ്ടില്ല, മരങ്ങളൊക്കെ പുറകോട്ട് പോകുന്നു, സൈഡിലുള്ള ബിൽഡിങ്ങും മരങ്ങളൊക്കെ പുറകോട്ട് പോകുന്നത് കാണാറുണ്ടല്ലോ, അതാണ് ഗ്രൗണ്ട് മൂവ് ചെയ്യുക എന്ന് പറയുന്നത്. ആസ് ഫെൽറ്റ് ബൈ ദ ട്രാവലർ, ആസ് ഫെൽറ്റ് ബൈ എ ട്രാവലർ ഇൻ ദി ട്രെയിൻ ബി. ആ ട്രെയിൻ ബിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ഗ്രൗണ്ടും അതിലുള്ള പ്ലാറ്റ്ഫോമും അതിലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ഏത് വേഗതയിലാണ് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുക, അവയുടെ വേഗത എന്തായിട്ടാണ് ഫീൽ ചെയ്യുക. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. Then C, the velocity of a monkey with respect to ground, running on roof of train A. A എന്ന് പറയുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആ വടക്കോട്ട് 54 km/h വേഗതയിൽ മൂവ് ചെയ്യുന്ന ട്രെയിൻ ആണ് എ എന്ന് പറയുന്ന ട്രെയിൻ. ആ ട്രെയിനിൻ്റെ മുകളിൽ ആ ട്രെയിൻ മൂവ് ചെയ്യുന്നതിന് എതിർ ദിശയിൽ
18 km/h വേഗതയിൽ ട്രെയിൻ എനെ അപേക്ഷിച്ച് 18 കിലോ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രൗണ്ടിനെ അപേക്ഷിച്ചുള്ളതല്ല ഈ 18 km/h. സോ ട്രെയിൻ എയെ അപേക്ഷിച്ച് 18 km/h വേഗതയിൽ ആ ട്രെയിനിൻ്റെ മുകളിൽ ഒരു മങ്കി ഓടുന്നുണ്ട്. ആ മങ്കിയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയായിരിക്കും എന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഓരോന്നായിട്ട് എടുക്കാം. ജനറലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെറ്റർ ജി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യും. എം റെപ്രസെൻറ്റ്സ് ദി മങ്കി ആൻഡ് വി അസ്യൂം ദാറ്റ് ദി നോർത്ത് ഡയറക്ഷൻ ആസ് പോസിറ്റീവ്. പിന്നെ എ ബിയും ട്രെയിനുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജി എന്ന് സഫിക്സ് എവിടെയും കണ്ടാൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. എം എന്ന സഫിക്സ് കണ്ടാൽ ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി മങ്കി. ജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രൗണ്ട്. ഇനി നമ്മൾക്ക് ഓരോന്നും തന്നിരിക്കുന്ന ഡാറ്റകളൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ പറഞ്ഞ വെലോസിറ്റി ഓഫ് എ ഈസ് 54 km/h north and we are assuming the towards north direction as positive x direction. നമുക്കൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യണമല്ലോ. പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ വടക്കോട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ട്രെയിൻ എയുടെ വെലോസിറ്റി 54 km/h ടുവാർഡ്സ് ദി നോർത്ത് എന്ന് തന്നിട്ടുണ്ട്. ട്രെയിൻ എ മൂവ്സ് നോർത്ത് 54 km/h. എന്തിനപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് എന്തിനപേക്ഷിച്ചാണ്? ഗ്രൗണ്ടിന് അപേക്ഷിച്ചുള്ള വെലോസിറ്റിയാണ്. സോ വെലോസിറ്റി ഓഫ് എ ഇത്ര ജി വേണമെന്നില്ല, ഇത് ഗ്രൗണ്ടിൽ നിന്ന് സ്പെസിഫിക് ആക്കാൻ വേണ്ടി ഞാൻ എഴുതിയതേ ഉള്ളൂ. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു 54 km/h. km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം നിർബന്ധമില്ല. ഇതിലെല്ലാം km/h ആയതുകൊണ്ട് km/h ചെയ്താൽ ലാസ്റ്റ് ആൻസറും km/h എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്കത് പരിചയിക്കാൻ വേണ്ടി മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ 54 × 5/18 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 m/s എന്നുണ്ട്. പ്ലസ് 15 m/s. പ്ലസ് എന്നുള്ളത് വളരെ പ്രധാനം. പ്ലസ് ഇടേണ്ട ആവശ്യമില്ല. പ്ലസ് 15 m/s എന്ന് പറഞ്ഞാൽ 15 m/s എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് 15 m/s ടുവാർഡ്സ് ദി നോർത്ത്. മൈനസ് 15 m/s എന്ന് പറഞ്ഞാലോ ദാറ്റ് ഈസ് 15 m/s ടുവാർഡ്സ് ദി സൗത്ത് എന്നാണ് നമ്മുടെ കൺവെൻഷൻ. So this is 15 meters. അടുത്തത് VB, velocity of train B with respect to ground. That is minus 90 km/h ആണ് എടുത്തത്. ഇവിടെ തന്നത് 90 എന്നാണ് കേട്ടോ, മാഗ്നിറ്റ്യൂഡ് ആണ് തന്നത്. ടുവാർഡ്സ് ദി സൗത്ത്. അപ്പോൾ ടുവാർഡ്സ് ദി സൗത്ത് എന്ന് കണ്ടാൽ ദാറ്റ് മീൻസ് നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ -90 എന്ന് എഴുതണം. സോ വെലോസിറ്റി ഓഫ് ബി ഈസ് -90 അല്ലെങ്കിൽ 90 km/h ടുവാർഡ്സ് ദി സൗത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ -90 km/h എന്ന് എഴുതണം. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ 25 m/s. ദെൻ ദി വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ, ട്രെയിൻ എയുമായി അപേക്ഷിച്ചുള്ളതാണ് 18 km/h. അതുകൊണ്ടാണ് VMA എന്ന് എഴുതിയത്. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് -18 km/h. എങ്ങനെയാണ് അവിടെ -18 ആയത്? This monkey is moving in a direction opposite to the direction of motion of A. A മൂവ് ചെയ്യുന്ന എ എന്ന ട്രെയിനിൻ്റെ എതിർ ദിശയിലാണ് മൂവ് ചെയ്യുന്നത്. എ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ടുവാർഡ്സ് ദി നോർത്താണ്. അപ്പോൾ എ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണ്, മങ്കി മൂവ് ചെയ്യുക. എനെ അപേക്ഷിച്ച് മങ്കി മൂവ് ചെയ്യുക നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. എയെ അപേക്ഷിച്ച് മങ്കി മൂവ് ചെയ്യുക, മങ്കിയുടെ മോഷൻ എങ്ങോട്ടാണ്? നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. എൻ്റെ റൂഫിൻ്റെ ടോപ്പിൽ വേറെ ഒരാൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഈ മങ്കിയുടെ വെലോസിറ്റി മെഷർ ചെയ്താൽ അയാൾക്ക് കിട്ടുക 18 km/h ടുവാർഡ്സ് ദി സൗത്ത് എന്നാണ്. ഓക്കെ, അതിൻ്റെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ -5 m/s. ഇത്രയും ഡാറ്റാസാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി ഓരോ പാർട്ട് നമുക്ക് സോൾവ് ചെയ്യാം. എയിൽ കാണാൻ പറഞ്ഞ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. ബി എന്ന് പറയുന്ന ട്രെയിനിൻ്റെ വേഗത എയിൽ നിന്ന് നോക്കിയാൽ എത്രയായിരിക്കും? അപ്പോൾ VBA ആണ് കാണാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് VB - VA. VB തന്നിട്ടുണ്ട്. VB എത്രയാണ്? VB എന്ന് പറഞ്ഞാൽ VBG ആണ്. VB മീൻസ് VBG. നമ്മുടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ G ഇട്ടത്. VB മീൻസ് വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് വിച്ച് ഈസ് -25 m/s. സോ -25 മൈനസ് VA ഈസ് 15 m/s. എന്ന് പറഞ്ഞാൽ VA ഈസ് ഈക്വൽ ടു 15 m/s. So it is -25 - 15 that is -40 m/s. അല്ലെങ്കിൽ ഇതിനെങ്ങനെ പറയാം? 40 m/s ടുവാർഡ്സ് ദി സൗത്ത്. അതാണ് എയിൽ നിന്ന് നോക്കിയാൽ ബി മൂവ് ചെയ്യുന്നത് 40 m/s ടുവാർഡ്സ് ദി സൗത്ത്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയാലോ ബി മൂവ് ചെയ്യുന്നത് 90 km/h അല്ലെങ്കിൽ
25 meter per second towards the south ആണ്. 25 meter per second towards the south ആണ്. പക്ഷെ എയിൽ നിന്ന് നോക്കുമ്പോൾ എത്രയായിട്ട് തോന്നും? 40 meter per second വേഗതയിൽ സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. ഉറപ്പല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഒരു എതിർ ദിശയിൽ പോകുന്ന വടക്കോട്ട് പോകുന്ന ട്രെയിനിൽ നിന്ന് നോക്കിയാൽ തെക്കോട്ട് പോകുന്ന ട്രെയിൻ പെട്ടെന്നാകുന്നു പോകുന്നതായിട്ട് തോന്നും, വളരെ സ്പീഡിൽ പോകുന്നതായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് 40 meter per second towards the south. ഇനി ബിയിൽ നമുക്ക് കാണേണ്ടത് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. വി ജി ബി ആണ് കാണേണ്ടത്, വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് വി ബി ജി. വി ബി ജി നമുക്കുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ വി ജി ബി. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. വി ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ദാറ്റ് ഈസ് വി ബി ജി. അതിൻ്റെ മൈനസ് നെഗറ്റീവ് എടുത്താൽ യു വിൽ ഗെറ്റ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി, വി ജി ബി കിട്ടും. സോ വി ജി ബി ആണ് കാണേണ്ടത്, വി ബി ജി തന്നിട്ടുണ്ട്, അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ മതി. സോ ഇറ്റ് ഈസ് വി ബി ജി എന്ന് പറഞ്ഞാൽ വി ബി ജി എന്ന് പറഞ്ഞാൽ മൈനസ് 25 meter per second, നെഗറ്റീവ് എടുക്കുമ്പോൾ 25 meter per second. സോ 25 meter per second വേഗതയിൽ ബി എന്ന് പറയുന്ന ട്രെയിൻ തെക്കോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് റോഡ് സൈഡിലുള്ള അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ ഇതിലൂടെ നോക്കുമ്പോൾ പുറത്തുള്ള എല്ലാ വസ്തുക്കളും 25 meter per second വേഗതയിൽ വടക്കോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. അതാണ് ഈ പറഞ്ഞത്, പ്ലസ് 25 meter per second. ഓക്കെ, ഇനി സി 25 meter per second towards the north, പ്ലസ് വന്ന towards the north. ഓക്കെ, ഇനി സി പാർട്ട് ചെയ്ത് നോക്കാം. ഇനി സി പാർട്ടിൽ വെലോസിറ്റി ഓഫ് ദി മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ, അതാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ തന്നിട്ടുണ്ട് 18 km/h. ഇനി ബൈ ഡെഫിനിഷൻ ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് മങ്കി വി എം മൈനസ് വി എ. വി എം എന്ന് പറഞ്ഞാൽ വി എം ജി ആണ്. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു അതന്നെ ഇവിടെ ഇത് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, വി എം ജി മൈനസ് വി എ ജി. ഇത് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡെഫിനിഷനിൽ നിന്ന് വരുന്നതാണ്. So VMA, velocity of monkey with respect to train A, is equal to velocity of monkey with respect to ground minus velocity of train A with respect to ground. അല്ലെങ്കിൽ VMA is equal to VM minus VA എന്ന് എഴുതുന്നതും ഇതും ഒന്ന് തന്നെയാണ്. സോ ഇതിൽ നമ്മൾ കാണേണ്ടത് ഏതാണ്? VMG, വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് കാണേണ്ടത്. ചില വി ക്യാപിറ്റൽ ആയിട്ട് പോയിട്ടുണ്ട്, കാര്യമാക്കണ്ട. ചില വി എഴുതിയപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട് സാറിന്. So VMG, velocity of monkey with respect to ground, is equal to ഈ ഇക്വേഷന് VMG ആണ് കാണേണ്ടത്. ഇതിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ velocity of monkey with respect to train A plus velocity of A with respect to ground. Velocity of monkey with respect to A plus velocity of A with respect to ground. VMA plus VA എന്നാണ്. VAG വേണമെന്നില്ല, VMA plus VA. അപ്പോൾ VMG അല്ലെങ്കിൽ VM, velocity of monkey, is equal to velocity of monkey with respect to train plus velocity of train A with respect to ground. There are many values, substitute ചെയ്ത് ആൻസർ ആയി. VAG നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് VAG? 15 meter per second ആണ് തന്നിട്ടുണ്ട്. VMA നമുക്ക് തന്നിട്ടുണ്ട് -5 meter per second ആണ്. VBG ഇവിടെ ആവശ്യമില്ല, എന്നാലും അതും എഴുതിയെന്നുള്ളൂ 25. ഇത് മൂന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ VMG is equal to VMA plus VG സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ VMA എന്ന് പറഞ്ഞാൽ -5 meter per second plus VAG എന്ന് പറഞ്ഞാൽ that is VAG എന്ന് പറഞ്ഞാൽ that is 15 -5 plus 15 that is plus 10 meter per second. അപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് മങ്കിയുടെ വെലോസിറ്റി പ്ലസ് 10 meter per second ആണ്. എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ദ മങ്കി മൂവ്സ് ടുവാർഡ്സ് ദി നോർത്ത് വിത്ത് velocity 10 meter. So velocity of monkey with respect to ground is 10 meter per second towards the north. Okay, ഇതാണ് relative velocity യുടെ ഒരു example problem. Okay. Okay. ഈ പ്രോബ്ലം ചെയ്തത് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ ചോദിക്കണം. ഇതിന് റിലേറ്റീവ് വെലോസിറ്റിയിൽ നിന്നുള്ള പ്രോബ്ലം പലപ്പോഴും കൺഫ്യൂസിങ് ആവാറുണ്ട്.
ആ ആ ആ VMA -18 km/h ആണ് ഇവിടെ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് is equal to 18 km/h. Sorry, velocity of monkey with respect to the train A. VMA എന്ന് പറഞ്ഞാൽ ഇത് വായിക്കേണ്ടത് വെലോസിറ്റി ഓഫ് മങ്കി. M stands for monkey, A stands for train A. So velocity of monkey with respect to A. ട്രെയിൻ A അപേക്ഷിച്ച് മങ്കിയുടെ വെലോസിറ്റി അത് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 18 km/h എന്ന്. അപ്പോൾ അത് മൈനസ് ആയത് എന്തുകൊണ്ടാണെന്നാണ് സംശയമെങ്കിൽ ഈ ട്രെയിൻ എ എന്ന് പറയുന്ന ആൾ മൂവ് ചെയ്യുന്നത് വടക്കോട്ടാണ്, നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുത്തു. മങ്കി മൂവ് ചെയ്യുന്നത് ആ ട്രെയിൻ മൂവ് ചെയ്യുന്ന ദിശയുടെ എതിർ ദിശയിലാണ് എന്ന് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് റണ്ണിങ് ഓൺ ദി റൂഫ് ഓഫ് ട്രെയിൻ എ എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ട്രെയിൻ മൂവ് ചെയ്യുന്ന ദിശ ഏതാണോ അത് എതിരിലാണ് ട്രെയിനിൻ്റെ മുകളിൽ ഈ മങ്കി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിലിരിക്കുന്ന ആളെ സംബന്ധിച്ച് മങ്കിയുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ടുവാർഡ്സ് ദി സൗത്ത് ആണ്. ടുവാർഡ്സ് ദി സൗത്ത് പറഞ്ഞാൽ നെഗറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ മങ്കിയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ ഈസ് 18 km/h ടുവാർഡ്സ് ദി സൗത്ത്. അതുകൊണ്ടാണ് -18 km/h എന്നെടുത്തത്. ഇത് 5 m/s ആയത് അതിനെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 18 km/h m/s ആക്കാൻ ഏത് വെലോസിറ്റിനെയും km/h വെലോസിറ്റി m/s ആക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 5/18 കൊണ്ട് ഗുണിക്കുക. ഇവിടെ -18 ഇൻറ്റു 5/18 പറയുമ്പോൾ 18 ക്യാൻസൽ ആവും, ബാക്കി -5 m/s ആവും. അങ്ങനെയാണ് VMA എന്ന് പറയുന്ന ആള് -5 ആയത്. യഥാർത്ഥം -18 ആയത് മനസ്സിലായ പിന്നെ അത് കൺവേർഷനാണ്, km/h m/s ആക്കിയതാണ്. ഇവിടെ 18 എന്നുള്ള വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ തീരുമാനിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ്റെ ടെക്സ്റ്റ് വായിച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഡയറക്ഷൻ. 18 എന്ന് പറയുന്നത് ആ ട്രെയിൻ എയിൽ നിന്ന് മെഷർ ചെയ്താൽ കിട്ടുന്ന വെലോസിറ്റിയാണ്. ആ ട്രെയിൻ എൻ്റെ മുകളിൽ വേറൊരു മനുഷ്യനും ഇരിക്കുന്നുണ്ട്. ഈ മങ്കി ഇങ്ങനെ ഓടുന്ന അയാൾ നോക്കുമ്പോൾ അയാൾ അതിൻ്റെ ദൂരം അളന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന വെലോസിറ്റിയാണ് 18 km/h. അപ്പോൾ അയാൾ പോകുന്നത് വടക്കോട്ടാണ്, പക്ഷെ മങ്കി ആ ട്രെയിനിലെ എതിർ ദിശയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മങ്കി തെക്ക് ദിശയിൽ മൂവ് ചെയ്യുന്നതായിട്ടാണല്ലോ അയാൾക്ക് തോന്നുക. തെക്കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവെൻഷൻ അനുസരിച്ച് നെഗറ്റീവാണ്, വടക്കോട്ട് നമ്മൾ പോസിറ്റീവ് എടുത്തു. അപ്പോൾ തെക്കോട്ട് 18 km/h വേഗതയിൽ മൂവ് ചെയ്യുന്ന മങ്കിയുടെ വെലോസിറ്റി മാത്തമാറ്റിക്കലി എഴുതേണ്ടത് -18 km/h എന്നാണ്. സോ വെലോസിറ്റി ഓഫ് മങ്കി ആസ് മെഷേർഡ് ഫ്രം എ ഈസ് -18 km/h. ഇതാണോ സംശയം? ക്ലിയർ ആണോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സൈൻ എടുക്കുന്നിടത്താണ് റിലേറ്റീവ് വെലോസിറ്റിയിൽ പ്രോബ്ലം എപ്പോഴും കുട്ടികൾ തെറ്റിക്കാറ്. പ്രോപ്പർ സൈൻ കൊടുക്കൂല. ഏതിന് പോസിറ്റീവ് കൊടുക്കണം, ഏത് വെലോസിറ്റിക്ക് നെഗറ്റീവ് കൊടുക്കണം, പോസിറ്റീവ് കിട്ടിയാൽ എന്താണ് അർത്ഥം, നെഗറ്റീവ് കിട്ടിയാൽ എന്താണ് വെലോസിറ്റി ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാത്തതാണ് പല കേസിലും ആൻസർ തെറ്റൽ. അപ്പോൾ ശരിക്കും പ്രോബ്ലം വായിച്ചിട്ട് നിങ്ങളൊരു ഡയറക്ഷൻ അസൈൻ ചെയ്യണം പോസിറ്റീവായിട്ട്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ആ പ്രോബ്ലത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വസ്തു മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതും എടുക്കാം, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഇവിടെ ഞാൻ ട്രെയിൻ എ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ടുവാർഡ്സ് ദി നോർത്ത് പോസിറ്റീവായിട്ട് എടുത്തു. എനിക്ക് വേണമെങ്കിൽ ടുവാർഡ്സ് ദി സൗത്ത് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ പോസിറ്റീവ് കിട്ടിയ വാല്യൂസൊക്കെ അതിൽ നെഗറ്റീവ് ആവും. അപ്പോഴും ആൻസർ പറയുന്നിടത്ത് മാറ്റമൊന്നും ഉണ്ടാവില്ല. ടുവാർഡ്സ് ദി സൗത്ത് എന്നും ടുവാർഡ്സ് ദി നോർത്ത് എന്നും പറയും. മനസ്സിലായിരുന്നു? അപ്പോൾ കൺവെൻഷൻ നിങ്ങളുടെ ഇഷ്ടമുള്ളത് എടുക്കാം. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഒരു കൺവെൻഷൻ നിർബന്ധമാണ്. അപ്പോൾ അത് പോസിറ്റീവ് ഡയറക്ഷൻ ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. എന്നിട്ട് അതിനപേക്ഷിച്ച് നിങ്ങളുടെ വെലോസിറ്റികൾക്ക് നിങ്ങൾ സൈൻ കൊടുക്കണം. ഓരോ വെലോസിറ്റി എഴുതുമ്പോഴും അതിന് സൈനോട് കൂടി എഴുതണം. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മൈനസ് ഇട്ട് എഴുതണം. ഓക്കെ. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിത്ത് പ്രോപ്പർ സൈനിൽ തന്നെ ചെയ്യും, അല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ തെറ്റും. റിലേറ്റീവ് വെലോസിറ്റിയുടെ പ്രോബ്ലം വരുമ്പോഴുള്ള വലിയൊരു വിഷയം അതാണ്. എപ്പോഴും അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. സൈൻ പ്രോപ്പറായിട്ട് തെറ്റാതെ നിങ്ങളുടെ വെലോസിറ്റീസ് എഴുതുക. റിലേറ്റീവ് വെലോസിറ്റീസ് വിത്ത് പ്രോപ്പർ സൈനിൽ തന്നെ എഴുതുക. എന്നിട്ട് ആ സൈനിലുള്ള സൈനോട് കൂടി വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. ഇതൊരു ഹോംവർക്കായിട്ട് തരികയാണ്. സംശയം ഉണ്ടോ?
എപ്പോഴും ഉദ്ദേശിച്ചത് സ്കെയിലാർ ക്വാണ്ടിറ്റി നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. ഇത് റിലേറ്റീവ് വെലോസിറ്റി വരുമ്പോൾ നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ പ്രോബ്ലം വരുമ്പോൾ, അതുപോലെ തന്നെ മറ്റ് പ്രോബ്ലം ചെയ്യുമ്പോഴും, ഇപ്പോൾ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിയുന്ന പ്രോബ്ലം കണ്ടില്ലേ? അത്തരം പ്രോബ്ലംസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ 1 ഡയമെൻഷണൽ മോഷനിൽ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും സൈൻ കെയർ ചെയ്യുന്നത് നല്ലതാണ്. 1 ഡയമെൻഷണൽ മോഷനിലെ പ്രോബ്ലത്തിൽ 2 ഡയറക്ഷനേ ഉള്ളൂ. ഒന്ന് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഒന്ന് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ നിങ്ങളുടെ വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ അതിന് പ്ലസ് എന്നും, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ അതിന് മൈനസ് എന്നും കൊടുക്കുന്നത് തന്നെയാണ് ശരി. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ പിന്നെ ആ ഇക്വേഷന് കറക്റ്റ് ആൻസർ ഇങ്ങോട്ട് കിട്ടും നിങ്ങൾ. പിന്നെ അതിന് വേറെ ഇന്റർപ്രിട്ടേഷൻ ഒന്നും പോകണ്ട. അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുകയാണ് നല്ലത്. പ്രത്യേകിച്ച് റിലേറ്റീവ് വെലോസിറ്റി ചെയ്യുമ്പോൾ സൈൻ തെറ്റിയാൽ ഒരു നിലക്കും ശരിയാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വടക്കോട്ടൊരു കാർ സഞ്ചരിക്കും. 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു കാർ തെക്കോട്ട് വരുന്നു. ഒരു കാറ് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വടക്കോട്ട് പോകുന്നു. വേറൊരു കാർ അതിന്റെ എതിരിൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വരുന്നു. വടക്കോട്ട് പോകുന്ന കാറിൽ നിന്ന് നോക്കിയാൽ തെക്കോട്ട് വരുന്ന കാറിന്റെ വേഗത എന്തായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വടക്കോട്ട് പോകുന്ന കാറിൽ നിന്ന് മെഷർ ചെയ്താൽ 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ തെക്ക് ദിശയിൽ, എതിർ ദിശയിൽ വരുന്ന ഒരു കാറിന്റെ വേഗത എത്രയായിരിക്കും? നമ്മൾ നേരെ VA മൈനസ് VB സൈൻ കൊടുക്കാതെ ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യുക? 10 മൈനസ് 5 എന്ന് വരും. 5 മീറ്റർ പെർ സെക്കൻഡ് തെറ്റി. സൈൻ ഒന്നും കെയർ ചെയ്യാത്ത ഒരാൾ VA മൈനസ് VB ആണ്. സോ ഇറ്റ് ഈസ് ഒന്ന് 10 ആണ്, ഒന്ന് 5 ആണ്. സോ VA ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്, VB ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുത്തു. റിലേറ്റീവ് വെലോസിറ്റി ആണ് ചോദിച്ചത്. സോ റിലേറ്റീവ് വെലോസിറ്റി ഈസ് VB മൈനസ് VA. VB മൈനസ് VA എന്ന് പറഞ്ഞാൽ 5 മൈനസ് 10 ദാറ്റ് ഈസ് -5 മീറ്റർ പെർ സെക്കൻഡ് എന്നിട്ട് അയാൾ എഴുതി വെക്കും 5 മീറ്റർ പെർ സെക്കൻഡ് ടുവാർഡ്സ് ദി സൗത്ത്. അപ്പോൾ ആൻസർ തെറ്റി. അപ്പോൾ ആ പ്രോബ്ലത്തിൽ അപ്പോൾ നിങ്ങൾ പകരം എന്ത് ചെയ്യണം? ഒരു ഡയറക്ഷൻ പോസിറ്റീവായിട്ട് അസൈൻ ചെയ്യണം. ആ ഡയറക്ഷൻ ഏതും എടുക്കാം. നിങ്ങൾ വടക്കോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തു. അപ്പോൾ ആദ്യത്തെ കാറിന്റെ വേഗത VA എന്ന് എടുത്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു +10 മീറ്റർ പെർ സെക്കൻഡ് ആകും. രണ്ടാമത്തെ കാർ തെക്ക് ദിശയിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കൺവെൻഷൻ അനുസരിച്ച് വടക്കോട്ടുള്ള ഡയറക്ഷനാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തത്. തെക്ക് ദിശയിൽ വരുന്ന കാറിന്റെ വേഗത ക്വസ്റ്റ്യനിൽ 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നത് എങ്കിലും -5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ കൺവെൻഷൻ അനുസരിച്ച്. So VA equal to +10 meter per second, VB equal to -5 meter per second എന്ന് എഴുതും. ഇനി കാണേണ്ടത് B എന്ന കാറിന്റെ വേഗത, അതായത് തെക്ക് ദിശയിൽ വരുന്ന കാറിന്റെ വേഗതയാണ് വടക്ക് ദിശയിൽ പോകുന്ന കാറിൽ നിന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് നോക്കുമ്പോൾ ബിയുടെ വേഗതയാണ് കാണേണ്ടത്. സോ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. സോ ഇറ്റ് ഈസ് VB മൈനസ് VA. VB മൈനസ് VA ചെയ്താൽ VB -5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. VA +10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ VB മൈനസ് VA ഈസ് -5 minus +10 that is -5 minus 10 that is -15 meter per second. അതിനെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? അയാൾക്ക് ആ കാറ് 15 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ തെക്കോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നോർമലി നമ്മൾ പ്രാക്ടിക്കലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു കാറ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു ഒബ്ജക്റ്റ് വരുമ്പോൾ അത് കൂടുതൽ വേഗതയിൽ വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേഗത ഫീൽ ചെയ്യും ഈ കാറിൽ മൂവ് ചെയ്യുന്ന ഒരാൾക്ക്. എതിർ ദിശയിൽ വരുന്ന ഒരു കാറിന്റെ വേഗത. അപ്പോൾ അവിടെ സൈൻ കെയർ ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് റിലേറ്റീവ് വെലോസിറ്റിയുടെ പ്രോബ്ലത്തിലെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് സൈൻ കെയർ ചെയ്ത് ചെയ്യണം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ അടിസ്ഥാനം തന്നെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നമ്മൾ വെലോസിറ്റി ഒരു പോസിറ്റീവ് എക്സ് ആക്സിസും ഒരു ഒറിജിനും ബേസ് ചെയ്തിട്ടാണ് ഈ മോഷൻ മുഴുവൻ പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ എടുത്തൊരു കൺവെൻഷൻ ഉണ്ടാവും വിച്ച് ഈസ് ദി പോസിറ്റീവ് ഡയറക്ഷൻ. നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞു ഓൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ചൂസ് ദി അപ്വേർഡ് ഡയറക്ഷൻ ആസ് പോസിറ്റീവ്. അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവും ഗ്രൗണ്ടിലുള്ള പോയിന്റ് ഒറിജിനുമായിട്ട്, ഗ്രൗണ്ട് സർഫസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഒറിജിനും അവിടുന്ന് വെർട്ടിക്കലി അപ്വേർഡുള്ള ഡയറക്ഷൻ പോസിറ്റീവായിട്ടും എടുത്തിട്ടാണ് നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക, മോഷൻ പഠിക്കുക. അപ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി പോസിറ്റീവ് തന്നെ. ഒബ്ജക്റ്റ് ഈസ് ത്രോൺ ഡൗൺവേർഡ് ഫ്രം എ ഹൈറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി നെഗറ്റീവ് തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ഈസി ആയിട്ട് കിട്ടും.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്കെയിലാറിൽ തന്നെ ആലോചിച്ചിട്ട് അങ്ങനെ ഓരോന്നും അത് അവിടെ മുകളിലെത്തും, എത്തിയിട്ട് പിന്നെ താഴേക്ക് പതിക്കുന്നു. ഇങ്ങനെ 2 പാർട്ടൊക്കെ ആക്കിയിട്ടാണ് ആ പ്രോബ്ലം ചെയ്യുക. അങ്ങനെയും ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് ഈസിയർ ടു യൂസ് ദിസ് സൈൻ. അതാണ് എപ്പോഴും എളുപ്പമുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. മാത്രമല്ല, തുടർന്ന് പഠിക്കുമ്പോൾ, അടുത്ത ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ, പിന്നെ മോഷനിൻ്റെ പ്ലെയിനും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക കറക്റ്റ് സൈൻ ഉപയോഗിച്ച് തന്നെ പഠിക്കുന്നതാണ്. ആക്ച്വലി ദീസ് ആർ ഓൾ വെക്ടർ ക്വാണ്ടിറ്റീസ്, സോ ദേ ഹാവ് ഡയറക്ഷൻ. ആ ഡയറക്ഷൻ അവയിലുണ്ട്. നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെക്കാനിസമായിട്ട് ഒരു പ്ലസ് സൈനും മൈനസ് സൈനും എടുത്തു. കാരണം അവിടെ 1 ഡയമെൻഷണൽ മോഷനിൽ 2 ദിശകളെ ഉള്ളൂ. ഒന്നുകിൽ ടുവാർഡ്സ് ദി പോസിറ്റീവ് എക്സ് അല്ലെങ്കിൽ ടുവാർഡ്സ് നെഗറ്റീവ് എക്സ്. അതുകൊണ്ട് ജനറൽ വെക്ടറിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്ലസും മൈനസും സൈൻ അലോട്ട് ചെയ്തു. അത് നിങ്ങൾ പാലിക്കണമാണ്. അങ്ങനെ തന്നെ പഠിക്കും. ഓക്കെ, ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സമയം വൈകി, എനിക്ക് സ്കൂളിൽ പോകണം, ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഒരു ക്വസ്റ്റ്യനാണ് ഇത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സർസൈസിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. പിന്നെ നിങ്ങൾ പ്രോബ്ലം ഇത് ചെയ്ത് നോക്കുക. ഹോംവർക്കായിട്ട് തരാണ്. അടുത്ത പ്രാവശ്യം ഞാൻ പറയുന്ന ആൾ, ഐ വിൽ കോൾ, ഞാനൊരു നമ്പർ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുട്ടീനെ കൊണ്ട് ഇത് പിന്നെ പറയിപ്പിക്കും. എങ്ങനെയാണിത് ചെയ്യുക, എത്രയാണ് ആൻസർ കിട്ടിയതെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം, എല്ലാവരും ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് തരാം. റിലേറ്റീവ് വെലോസിറ്റി ഉപയോഗിച്ച് ചെയ്യാവുന്ന നല്ലൊരു പ്രോബ്ലമാണ്. ഇത് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എപ്പോഴും പല ആളുകളും മനസ്സിലാക്കാത്തൊരു വിഷയം കൂടിയാണ്. നമ്മളൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. ആ വസ്തു, ഒരു മൂവ് ചെയ്യുന്ന വസ്തുവിൽ നിന്നും പുതിയൊരു വസ്തു നമ്മൾ പുറത്തേക്ക് എറിയുകയോ ഡ്രോപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാറ് മൂവ് ചെയ്യാണ്. ആ കാറിൽ നിന്ന് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു. ആ ബുള്ളറ്റിന്റെ മസിൽ സ്പീഡ്, ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇവിടെ മസിൽ സ്പീഡ് ഓഫ് ദി ബുള്ളറ്റ് ഈസ് 150 m/s എന്ന് എടുത്തിട്ടുണ്ട്. എന്താണ് മസിൽ സ്പീഡ്? മസിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ഗണ്ണ്, ഒരു തോക്കിൽ നിന്ന് ബുള്ളറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ആ തോക്കിനെ അപേക്ഷിച്ച് ബുള്ളറ്റിന്റെ വേഗതയാണ് മസിൽ സ്പീഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആരപേക്ഷിച്ചുള്ളതാണ്? ഗണ്ണിനെ അപേക്ഷിച്ച് ഗണ്ണിൽ നിന്ന് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ബുള്ളറ്റിന്റെ വേഗതയാണ് വിത്ത് റെസ്പെക്ട് ടു ദി ഗൺ. ദാറ്റ് ഈസ് ദി മസിൽ സ്പീഡ്. അപ്പോൾ ആ ഗണ്ണ് റെസ്റ്റിലാണ്. ഒരു തറയിൽ നിന്നുകൊണ്ട് ഒരാൾ വെടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ മസിൽ സ്പീഡ് ഈസ് ദി ഓർഡിനറി സ്പീഡ്. ആ ബുള്ളറ്റിന്റെ വേഗത എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മസിൽ സ്പീഡ്. പക്ഷെ ഒരു മൂവിങ് കാറിൽ നിന്ന് ഒരു ഗണ്ണിൽ ഉപയോഗിച്ച് വെടിവെക്കുമ്പോൾ മസിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ബുള്ളറ്റിൽ നിന്ന് പോകുന്ന, ആ ഗണ്ണിൽ നിന്ന് പോകുന്ന ബുള്ളറ്റിന്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദി ഗൺ. ഗൺ എവിടെ ഇരിക്കുന്നത്? കാറിലാണ് ഇരിക്കുന്നത്. കാർ മൂവ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് മസിൽ സ്പീഡ് ഇൻ ദാറ്റ് കേസ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി കാർ. ഇവിടെ ഇപ്പം ബുള്ളറ്റ്, പോലീസ് വാനിൽ നിന്നാണ് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ ആ പോലീസ് വാനിന് അപേക്ഷിച്ച് ബുള്ളറ്റിന്റെ വേഗതയായിരിക്കും മസിൽ സ്പീഡ്. കാരണം ഗണ്ണിരിക്കുന്നത് പോലീസ് വാനിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിപ്പോൾ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ആ ബുള്ളറ്റിന്റെ വേഗത എന്ന് പറഞ്ഞാൽ അത് ഗണ്ണിന് അപേക്ഷിച്ചുള്ള വേഗത തന്നെയാണ്. ഓക്കെ. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ്, നിങ്ങൾ ഒരു ബലൂൺ മുകളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ ബലൂൺ, ആളുകളെയൊക്കെ പണ്ട് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ബലൂൺ, ഗ്ലൈഡർ, പാരാഗ്ലൈഡേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ബലൂൺ. സപ്പോസ് ഇറ്റ് ഈസ് മൂവിങ് വെർട്ടിക്കലി അപ്വേർഡ്, അസെൻഡിങ് ചെയ്യുന്ന ഒരു ബലൂൺ, മുകളിലേക്ക് പൊങ്ങി പോകുന്ന ഒരു ബലൂൺ വിത്ത് സം വെലോസിറ്റി. ഒരു ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ അല്ലെങ്കിൽ 10 m/s ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു ബലൂൺ മുകളിലേക്ക് അയച്ചു. അത് മുകളിലേക്ക് തന്നെ പോവാണ്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 10 m/s ആയിരുന്നു. അത് അല്പ ദൂരം, അല്പ ഹൈറ്റ് വരെ പൊങ്ങിയിട്ട് തിരിച്ച് താഴേക്ക് തന്നെ വീഴും. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് പോകുന്ന, ഹൈറ്റിലേക്ക് പോകുന്ന ഒരു ബലൂണിൽ നിന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരാൾ ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തു എന്ന് വിചാരിക്കും. നോർമലി ഇപ്പോൾ ആ ഒരു ഹൈറ്റിൽ നിന്നും ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്താൽ ആ സ്റ്റോണിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. കാരണം ആ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് റെസ്റ്റിലിരിക്കുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റ് എന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫ്രം ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് യു ആർ ഡ്രോപ്പിംഗ് എ സ്റ്റോൺ. ആ ബിൽഡിങ്ങിന്റെ ടോപ്പ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അറ്റ് റെസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ പറയും ഇനീഷ്യൽ വെലോസിറ്റി അവിടെ 0 ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ബലൂൺ മുകളിലേക്ക് പോകുന്നു. ആ ബലൂണിന് ഒരു വേഗതയുണ്ട്. ആ വേഗത 10 m/s ഇനീഷ്യൽ വേഗതയിലാണ്. മുകളിലേക്ക് പോകുമ്പോൾ വേഗത കുറഞ്ഞു വരും. ഒരു 5 m/s വേഗതയുള്ള സമയത്ത് അതിൽ നിന്നൊരു കല്ല് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് തന്നെയാണ് അയാൾ ഇത് താഴേക്ക് ഇടുന്ന ആള് വെലോസിറ്റി ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് ഡ്രോപ്സ്. അപ്പോൾ ആ കല്ല് ഒരു ഫ്രീ ഫാളിങ് കല്ലാണ് എങ്കിലും അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? ആ ഡ്രോപ്പ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ ആ ബലൂണിന്റെ വേഗത എന്താണോ ആ വെലോസിറ്റി അതിന് കിട്ടും. ആ വെലോസിറ്റി അതിനുണ്ടാവും. അപ്പോൾ അവിടെ ആ കേസിൽ 5 m/s മുകളിലേക്കാണ് ബലൂൺ മൂവ് ചെയ്യുന്നത് എങ്കിൽ
ഈ കല്ലിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി +5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കല്ലിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി +5 മീറ്റർ പെർ സെക്കൻഡ് ആണ് എടുത്ത് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? കാരണം ആ കല്ല് ഡ്രോപ്പ് ചെയ്തത് ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റ് എന്നല്ല. ആ കല്ല് ഡ്രോപ്പ് ചെയ്ത് ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ അപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൽ നിന്നാണ്. അപ്പോൾ അതിന് ആ വെലോസിറ്റി കിട്ടും. ഏതുപോലെ ഈ ഗണ്ണിൽ നിന്ന് പോയ ബുള്ളറ്റ് പോലെ ഇത് തന്നെ. അപ്പോൾ ഈ ബുള്ളറ്റിന് ഏതിൻ്റെ വെലോസിറ്റിയും കൂടി കിട്ടും? ഈ ഗണ്ണിൻ്റെ വെലോസിറ്റിയും കൂടി കിട്ടും. ഗണ്ണ് എന്ന് പറയുന്നത് കാറിലാണ്, കാർ മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ പോലീസ് വാനിലാണ്, പോലീസ് വാനിൻ്റെ വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് ആ നൊട്ടേഷൻ വെച്ച് ചെയ്താൽ ഇത് കറക്റ്റായിട്ട് അതിനോട് വരും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും വേണം. വെൻ യു ത്രോ സംതിങ് ഫ്രം എ മൂവിങ് ഒബ്ജക്റ്റ്, ദാറ്റ് ബോഡി ഇൻഹെറിറ്റ്സ് ദ വെലോസിറ്റി അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് ത്രോയിങ്. ഒരു വസ്തുവിൽ നിന്ന് നമ്മൾ, ഒരു ഒബ്ജക്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു ഫ്രെയിമിൽ നിന്ന് നമ്മളൊരു സാധനം ത്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ഏത് വെലോസിറ്റിയും കൂടി കിട്ടും? നിങ്ങൾ എറിയുന്ന ആ വസ്തു, അല്ലെങ്കിൽ ആ ഫ്രെയിം, ആ പ്ലാറ്റ്ഫോം അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ആ ഇൻസ്റ്റന്റിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണോ അത് കിട്ടും. റിമെമ്പർ. പക്ഷേ ആക്സിലറേഷൻ ഇതുപോലെ ഇൻഹെറിറ്റ് ചെയ്യൂല. അതും കൂടി മനസ്സിലാക്കണം. ആക്സിലറേഷൻ ഇൻഹെറിറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉള്ള ഒരു കാറിൽ ഇങ്ങനെ മൂവ് ചെയ്യണം. ആ കാറിൽ നിന്ന് ഒരു സമയത്ത് നിങ്ങൾ ഒരു കല്ല് മുന്നിലേക്കാണ്ട് എറിഞ്ഞു, വിൻഡോയിലൂടെ ഒരു കല്ല് മുന്നിലേക്ക് എറിഞ്ഞു. മുന്നിലേക്ക് നിങ്ങൾ എറിയുമ്പോൾ നിങ്ങൾ എറിഞ്ഞൊരു വേഗതയുണ്ട്. നിങ്ങൾ എറിഞ്ഞൊരു വേഗത അതിന് കിട്ടും. അതിൻ്റെ പുറമെ എന്തുണ്ടാവും? ആ ഇൻസ്റ്റന്റിൽ ആ കാറിൻ്റെ വേഗത അതിനുണ്ടാവും. കാറ് നിങ്ങൾ പുറത്തേക്ക് എറിഞ്ഞത് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ്. കാറ് 15 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ എറിഞ്ഞത് എങ്കിൽ നിങ്ങൾ എറിഞ്ഞ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത ആ കല്ലിന് കിട്ടും. കാറിന് ഉണ്ടായിരുന്ന 15 മീറ്റർ പെർ സെക്കൻഡ് വേഗത അടക്കം 25 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ കിട്ടും. നിങ്ങൾ പുറകോട്ടാണ് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ എറിഞ്ഞു വെച്ചാൽ നിങ്ങൾ എറിഞ്ഞ വേഗതയായ -10 മീറ്റർ പെർ സെക്കൻഡും കാറിൻ്റെ വേഗതയായ +15 മീറ്റർ പെർ സെക്കൻഡും കൂടി ചേർന്നിട്ട് +5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയായിരിക്കും നെറ്റായിട്ട് അതിനുണ്ടാവുക വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. അതായത് എന്തിന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അത് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെയാണ്. അല്ല, ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അവിടെ അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് വരണം. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഞാനത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് തരാം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മസിൽ സ്പീഡ് ഞാൻ പറഞ്ഞ പോലെ എടുക്കുക. ഈ 150 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി വാൻ. ഈ പോലീസ് വാനിനെ അപേക്ഷിച്ച് ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ്. വാട്ട് സ്പീഡ് ദി ബുള്ളറ്റ് വിൽ ഹിറ്റ് ദി കാർ എന്നാണ് ചോദിച്ചത്. കാറിനെ ബുള്ളറ്റ് ഹിറ്റ് ചെയ്യുന്ന ഏത് വേഗതയിലാണ്? അപ്പോൾ വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി കാർ, തീഫ് കാറിനെ അപേക്ഷിച്ച് ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. സമയം ഒരുപാട് അതിക്രമിച്ചു. സോ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നാളെ മറ്റന്നാൾ തന്നെ ഉണ്ടാവും ക്ലാസ്, ഞാൻ പറയാം. അപ്പോൾ അത് അന്നേക്ക് ഇത് ചെയ്ത് വെക്കണം. അടുത്ത ക്ലാസ്സും കൂടി കുറച്ച് പ്രോബ്ലംസ് ഇത് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ.